Good morning to all. ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിയോ ക്ലിയർ ആണോ? ഷീജ, ആര്യ, എലിസബത്ത്, ഓഡിയോ ക്ലിയർ ആണോ? ഓക്കെ, എനിവേ ഞാൻ സ്ലൈഡ്സ് ഷെയർ ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, സ്ലൈഡ്സ് വിസിബിൾ ആണോ? ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ്. ഓക്കെ, അപ്പം നമ്മൾ അതിലേക്ക് പോകുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ഒരു ഇൻഡെക്സിൽ നിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടാവും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും. സോ അപ്പൊ അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു എൻട്രൻസ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: in communication process, a response from receiver to sender is called message, encoding, feedback, context. പറഞ്ഞു. In communication process, so communication is very important. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് കമ്മ്യൂണിക്കേഷൻ. അതിൽ നിന്ന് ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പൊ പറഞ്ഞോ. A, B, C, D. പറഞ്ഞോ, ആൻസേഴ്സ് പറഞ്ഞോ. Okay, so anyway, majority answers. Okay, Arya C, Nisha C. Then, okay, anyway, A, B, C ഒക്കെ വരുന്നുണ്ട്. So the answer that is feedback. ഓക്കെ, സി ആണ് വരുന്നത്, ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഫീഡ്ബാക്ക് ആണ് റിസീവേഴ്സിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഒന്ന് ബ്രീഫ് ചെയ്ത് പോവാം. അപ്പം കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ഷെയറിങ് അല്ലെ എക്സ്പ്രസിങ് തോട്ട്സ് ഓർ ഐഡിയാസ് ഓർ ഇൻഫർമേഷനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കമ്മ്യൂണിക്കേഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന്, അതിന്റെ മെയിൻ എലമെന്റ് ആണ് സെൻഡർ എന്ന് പറയുന്നത്. സെൻഡറിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ മീഡിയം എന്ന് പറയാം അല്ലെ. ദ പേഴ്സൺ ഓർ ദ ഗ്രൂപ്പ് ഹു ഒറിജിനേറ്റ്സ് ദ മെസ്സേജ്, അല്ലെങ്കിൽ ആരാണോ ആ ഒരു ഇൻഫർമേഷനെ, ആ ഒരു എന്താ പറയുന്നത്, മെസ്സേജിനെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ അത് അവരുടെ ഐഡിയാസ് ആവാം, തോട്ട്സ് ആവാം, ഫീലിങ്സ് ആവാം, വാട്ട് ദേ വാണ്ട് ടു ഷെയർ. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സെന്റർ അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ അവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള എലമെന്റ് ആണ് ദാറ്റ് ഇസ് മെസ്സേജ്. ഓക്കെ, സോ യു മൈറ്റ് നോ ദാറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇമോഷൻസ് ആവാം, നമ്മുടെ അതങ്ങനെ ചോദിക്കാം. ഇമോഷൻസ് ഓർ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഐഡിയാസ് ദാറ്റ് ബീങ് കൺവേഡ്, നമ്മൾക്ക് കൺവേ ചെയ്യേണ്ട എന്താണോ അതിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് വെർബൽ ഫോം ഉണ്ട്, ആൻഡ് നോൺ വെർബൽ അല്ലെങ്കിൽ വിഷ്വൽ ഫോമിൽ വരാം, അല്ലെങ്കിൽ റിട്ടൺ ഫോമിൽ വരാം, ഡിഫറെന്റ് ഫോമിൽ വരാം. ഓക്കെ, പിന്നെ നമുക്കറിയാം സെൻഡ്, മെസ്സേജ്, പിന്നെ നമുക്ക് അവിടെ ഒരു എൻകോഡിങ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എൻകോഡിങ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടേണിങ് ദ ഐഡിയാസ് ഇൻ ടു എ വാട്ട്, ഒരു ഫോർമാറ്റ് ദറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് അല്ലേ. ഈ വേർഡ്സിനെ, ജസ്റ്റേഴ്സിനെ, സിമ്പിൾസിനെ, ഇമേജിനെ, അതായത് നമ്മുടെ ഈ ഐഡിയാസിനെയൊക്കെ ഈ ഫോമിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഐഡിയാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെയൊക്കെ വി വിൽ ടേൺ ഓർ കൺവേർട്ടഡ് ഇറ്റ് ഇൻ ടു എ വോട്ട്, ഒരു വേർഡ്സ് ഓർ ജസ്റ്റേഴ്സ്, സിമ്പിൾസ്, ഇമേജസ്, അതിനെയാണ് നമ്മൾ എൻകോഡിങ് എന്ന് പറയുന്നത്. പിന്നെ ചാനൽ, ഡിഫറെന്റ് ചാനൽസ് ആർ ദയർ. ഈ ചാനൽസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയുന്നത്, മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സെൻറ്റർ ടു റിസീവർ, ആ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. അപ്പൊ അത് ക്യാൻ ബി സ്പീച്ച്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആവാം, സ്പീച്ച് ആവാം, ഫോൺ കോൾസ് ആവാം, ഇമെയിൽസ് ആവാം, സോഷ്യൽ മീഡിയ ആവാം, വാട്ട് എവർ ഇറ്റ് ഇസ്. നമ്മളുടെ
മെസ്സേജിനെ നമ്മൾ സെൻഡ് ചെയ്യുന്ന മീഡിയത്തിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഒരു കമ്മ്യൂണിക്കേഷനിൽ നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒന്നാണ് റിസീവർ എന്ന് പറയുന്നത്. റിസീവർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹൂ വാട്ട് റിസീവ് ദ മെസ്സേജ് ഓർ ടു ഹൂം ദ മെസ്സേജ് ഈസ് ഇൻറ്റൻറ്റഡ്, അവിടെയാണ് നമ്മൾ റിസീവർ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു പ്രോസസ്സാണ് ദാറ്റ് ഇസ് ഡീകോഡിങ്. ഓക്കെ, അപ്പം ദ ഡീകോഡിംഗ് എന്ന് പറഞ്ഞ് ദ റിസീവർ വാട്ട് ഇന്റർപ്രറ്റിംഗ് അല്ലെങ്കിൽ മേക്ക് ദ സെൻസ് ഓഫ് ദ മെസ്സേജ്, അങ്ങനെ വേർഡുകളിൽ ചോദിക്കാം. ദ റിസീവർ മേക്കിംഗ് എ സെൻസ് ഓഫ് ദ മെസ്സേജ്, ദ പ്രോസസ് ഈസ് കോൾഡ് വോട്ട്, ദാറ്റ് ഇസ് ഡീകോഡിങ്. അവർ സെൻസ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ അവർ സെൻഡർ അയച്ച മെസ്സേജിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഇസ് ഫീഡ്ബാക്ക്. അടുത്ത എലമെന്റ് ആണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോൺസ് ഫ്രം ദ റിസീവറിനാണ് നമ്മൾ ആ ഇൻഫർമേഷൻ പാസ് ചെയ്ത്, അപ്പൊ ആ റിസീവറിൽ നിന്നുള്ള ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷനിൽ ഓർക്കുക. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, ദെൻ വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഈ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ് ദാറ്റ് ഇസ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ക്ലിയർ? Next one, the advantages of bulletin board are all except. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സ്ട്രാറ്റജിക് വേർഡ്സ് ഉണ്ട്. സോ എക്സെപ്റ്റ്, പ്രയോറിറ്റൈസ്ഡ്, ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പം നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുമെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൂട്ടി ആൻസേഴ്സിനെ വായിച്ചു നോക്കുക. ഫോർ എക്സാമ്പിൾ, ദ അഡ്വാൻറ്റേജസ് ഓഫ് ബുള്ളറ്റിൻ ബോർഡ് ആർ ഓൾ എക്സെപ്റ്റ്, അതിൽ പെടാത്തത് ഏതാണ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. സോ ഓൾ, that is effective for displaying textual and pictorial materials. Then B, explain important events. C, highlight important information to large groups. Then serves as a introduction to a particular topic. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് all are the advantages of bulletin board. So except പറഞ്ഞു, ഏതാണ് നിങ്ങളുടെ ആൻസേഴ്സ് എന്ന് വേഗം വേഗം. സോറി. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ, നഴ്സിംഗ്, റിസർച്ച്, ആ ഏരിയ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, നമ്മൾ MSc എൻട്രൻസ് എക്സാമിന് വരുമ്പോൾ തീർച്ചയായും നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആ ടീച്ചിങ് ലേണിംഗ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നിങ്ങൾ അത് പഠിക്കുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ ആ ഏരിയ ഒന്ന് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ABHs, സോ ഓൾ ദീസ് ഏരിയാസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഓക്കെ ആൻസേഴ്സ് C, B, C, ഓക്കെ C, ഓക്കെ B, C, ഓക്കെ. ബിയും സിയും ആണ് അവിടെ മെജോറിറ്റി ആയിട്ട് വന്നേക്കുന്ന ആൻസേഴ്സ്. നമുക്ക് നോക്കാം ഏതാണ് ആൻസർ നോക്കാം. ഓക്കെ, അപ്പം so the answer, so the answer is D, that is it serves a introduction to a particular topic. ഇപ്പൊ ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേയിങ് ഇൻഫർമേഷൻ ആൻഡ് റിമൈൻഡേഴ്സും ഇൻഫർമേഷൻസും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ദേ ഡു നോട്ട് സെർവ് ആസ് എ സ്ട്രക്ചേർഡ് ഇൻട്രൊഡക്ഷൻ ടു ടോപ്പിക്സ് വിച്ച് റിക്വയർസ് പ്ലാൻഡ് ടീച്ചിങ് മെത്തേഡ്. ഓക്കെ, ഇവിടെ എപ്പോഴും നിങ്ങൾ ഓർക്കുക, ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷനും റിമൈൻഡേഴ്സും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ടോപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ബുള്ളറ്റിൻ ബോർഡിന് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ദാറ്റ് ഇസ് വിച്ച് ഇസ് റിഗാർഡിംഗ് ടു ബുള്ളറ്റിൻ ബോർഡ്. അപ്പൊ ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറഞ്ഞത് അതുപോലെ എല്ലാ ടീച്ചിങ്, ഇപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇത് മാത്രമാണ് ഞാൻ ബ്രീഫ് ചെയ്യുന്നത്, ബട്ട് യു ഹാവ് ടു ഒരു എല്ലാ മെത്തേഡ്സും നിങ്ങൾ നോക്കണം. ഇവിടെ നമുക്കറിയാം ഒരു സിംപ്ലി എന്താ പറയുന്നത്, ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഡിസ്പ്ലേ സർഫസ് ആണ് അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബുള്ളറ്റിൻ ബോർഡ്. ഇപ്പൊ ഒരു സിമ്പിൾ എന്താ പറയുന്നത് ഡിസ്പ്ലേ സർഫസ് മാത്രമാണ്. അതൊരു ഫിസിക്കലി വരാം അല്ലെങ്കിൽ ഡിജിറ്റലി വരാം. രണ്ട് രീതിയിലും നമ്മൾ റിമൈൻഡേഴ്സ് കൊടുക്കാനും നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവിടെ ബുള്ളറ്റിൻ ബോർഡിൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക, നമ്മൾ കണ്ടന്റ് ഷെയർ ചെയ്യുന്ന സമയത്ത് ദ കണ്ടന്റ് ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം.
ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് കൺവേ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ്, റിമൈൻഡേഴ്സ് അത് ഒരുപാട് ലാർജ് ആവരുത്, ക്ലിയർ ആയിരിക്കണം. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി കൺസൈസ്ഡ് ആയിരിക്കണം ആൻഡ് റിലവൻ്റ് ആയിരിക്കണം. ഇറിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എഴുതാൻ വേണ്ടി പാടില്ല. പിന്നെ അതിന്റെ ഒരു ക്രൈറ്റീരിയയിൽ പറയുന്നതാണ് യൂസ് ഹെഡിങ്സ് ആൻഡ് കാറ്റഗറീസ്. ഓക്കെ, ബുള്ളറ്റിൻ ബോർഡിൽ നമ്മളൊരു കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ ഹെഡിങ്സും കാറ്റഗറിയും ഒക്കെ ഉണ്ടായിരിക്കണം. ദെൻ ഫ്രം ദ ബുള്ളറ്റിൻ ബോർഡ് ഓൾ ദ ഔട്ട്ഡേറ്റഡ് മെറ്റീരിയൽ ഷുഡ് ബി റിമൂവ്ഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതെടുത്ത് റിമൂവ് ചെയ്യുക. ഔട്ട്ഡേറ്റഡ് മെറ്റീരിയൽസ് റെഗുലർലി നമ്മൾ റിമൂവ് ചെയ്യണം. പിന്നെന്ന് പറയുന്നത് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഇസ് ഈ എന്താ പറയുന്നത്, നമ്മളൊരു കണ്ടന്റ് അതിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ഗ്രാബ് ദ അറ്റൻഷൻ. ഗ്രാബ് ദ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കുന്നവന് അത് ഒറ്റടിക്ക് അത് വായിക്കാൻ തോന്നണം, അല്ലെങ്കിൽ പെട്ടെന്ന് അവരിലേക്ക് ആ ഐഡിയാസ് കൺവേ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒരു മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൂടി നമുക്കത് ഈസി ആയിട്ട് വായിക്കാൻ വേണ്ടി പറ്റണം. ദാറ്റ് മീൻസ് ലാർജ് ഫോൺസ് യൂസ് ചെയ്യുക, ഗുഡ് കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ബുള്ളറ്റിൻ ബോർഡിന്റെ പോയിന്റ്സ്. അപ്പൊ നിങ്ങൾ വെൻ യു സ്റ്റഡി ദിസ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഒരു റിമൈൻഡേഴ്സ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ടും ബുള്ളറ്റിൻ ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ദെൻ പിന്നെ നമ്മളവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഈ ഏരിയാസിൽ നിന്ന് നമ്മൾ നോക്കും. അതായത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഓക്കെ, AV എയ്ഡ്സ്. ഓക്കെ, നമുക്കറിയാം ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ വളരെ കാഷ്വലി നമ്മൾ പറയുന്നതാണ് വെപ്പൺസ് ഇൻ ദ ടീച്ചിങ് എന്നാണ് പറയുന്നത്. പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ആയുധങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വെപ്പൺസ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. അത് അവിടെ ഒന്ന് എഴുതി വെക്കുക. വെപ്പൺസ് ഇൻ ദ teaching learning process, that is the first priority. And also we will use this for health education programs. Okay, നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാ യൂസ് ചെയ്യും, ഈ ടീച്ചിങ് AV എയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ AV എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പല ക്ലാസിഫിക്കേഷൻസ് യു മൈറ്റ് ഹാവ് ലേൺഡ്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഏത് രീതിയിലായാലും ആ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അവിടെ ഓഡിയോ എയ്ഡ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഓഡിയോ എയ്ഡ്സിലാണ് വരുന്നത് നമ്മുടെ റേഡിയോ, ടേപ്പ് റെക്കോർഡർ, പിന്നെന്താണ് ഈ നമ്മുടെ മൈക്ക്, പബ്ലിക് അഡ്രസ് സിസ്റ്റം, ടെലിഫോൺ, അതൊക്കെ നമ്മുടെ ഓഡിയോ എയ്ഡ് ആയിട്ട് വരാം. ആൻഡ് ദെൻ ഒബ്വിയസ്ലി ദർ ഇസ് വിഷ്വൽ എയ്ഡ്. ഓക്കെ, ഓഡിയോ എയ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ വരുന്നതാണ് എന്താണ് വിഷ്വൽ എയ്ഡ്. ഈ വിഷ്വൽ എയ്ഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു, നമുക്ക് വീണ്ടും വിഷ്വൽ എയ്ഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലാസിഫൈ ചെയ്യാം രണ്ടായിട്ട്. അതിൽ വിഷ്വൽ എയ്ഡ്സ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു പ്രൊജക്റ്റഡ് എയ്ഡും ഉണ്ട് ആൻഡ് ഓൾസോ ദർ ഇസ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡും ഉണ്ട്. ഓക്കെ, ക്ലിയർ. പ്രൊജക്റ്റഡും ഉണ്ട്, പ്രൊജക്റ്റഡ് ഉണ്ട് ആൻഡ് നോൺ പ്രൊജക്റ്റഡ് ഉണ്ട്. ഇപ്പൊ പ്രൊജക്റ്റഡിലാണ് നമുക്ക് വരുന്നത് എന്തൊക്കെ, നമുക്ക് പവർ പോയിന്റ് സ്ലൈഡ്സ്, ഓക്കെ, നമ്മുടെ PPTs വരും. അതുപോലെ തന്നെ പ്രൊജക്റ്റഡിൽ ഇതിൽ ചോദിക്കാം എക്സാമ്പിൾ, അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് എയ്ഡ് ഏതാണ്, നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് ആണ്, ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പൊ പ്രൊജക്റ്റഡ് എയ്ഡ്സിൽ വരുന്നതാണ് ഒന്ന് സ്ലൈഡ്സ് വരും, പ്രൊജക്റ്റഡ് എയ്ഡ്. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ ഫിലിം സ്ട്രിപ്സ്. ഓക്കെ, നമ്മുടെ ഫിലിം സ്ട്രിപ്സ് വരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓവർ ദ ഹെഡ് അതായത് പ്രൊജക്ഷൻസ്, അതായത് നമ്മുടെ OHP വരാം. അതുപോലെ തന്നെ ഒപേക് പ്രൊജക്ഷൻ വരാം. ഓക്കെ, OPAQUE, ഒപേക് പ്രൊജക്ഷൻ വരാം. ഇതൊക്കെ പ്രൊജക്ട് ചെയ്യുന്നതാണ്. അതൊക്കെയാണ് പ്രൊജക്റ്റഡ് ഏവിയേറ്റ്സ് എന്ന് പറയുന്നത്. ഇനിയും NP, ദാറ്റ് ഇസ് നോൺ പ്രൊജക്റ്റഡ്. നോൺ പ്രൊജക്റ്റഡിൽ ബാക്കി നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം, ഫോർ എക്സാമ്പിൾ നമ്മുടെ ചോക്ക് ആൻഡ് ബോർഡ് വരും. ദെൻ ബുള്ളറ്റിൻ ബോഡീസ് കംസ് അണ്ടർ എ നോൺ പ്രൊജക്റ്റഡ് ടീച്ചിങ് എയ്ഡ്. ആൻഡ് ഓൾസോ പിന്നെ നമ്മുടെ പിക്ചേഴ്സ്, ഗ്രാഫ്സ്, ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ ഫ്ലാനൽ ബോർഡ് വിൽ ബി ദർ, ഫ്ലാഷ് കാർഡ്, ഫ്ലിപ്പ് ചാർട്ട് വരാം, പോസ്റ്റർ, മാപ്പ്, മോഡൽ. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഡയറോമ. അപ്പൊ ഇതൊക്കെ എന്താ പറയുന്നത്, ഇതൊക്കെ നമ്മുടെ ഈ നോൺ നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സിൽ വരുന്നതാണ്. അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻ, ഇതിൽ ഏതാണ് പ്രൊജക്റ്റഡ് നോൺ പ്രൊജക്റ്റഡ് എന്നുള്ളത് അവർ ചോദിക്കുക. അപ്പൊ ആ രീതിയിലൊന്നും അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതാണ് നമ്മൾ ഓഡിയോ എയ്ഡ്സും നമ്മൾ ക്ലാസിഫൈ ചെയ്തു, വിഷ്വൽ എയ്ഡ്സും ക്ലാസിഫൈ ചെയ്തു. ദെൻ വി വിൽ ക്ലാസിഫൈ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഓക്കെ, ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഇറ്റ്സെൽഫ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൊജക്റ്റഡ് ആൻഡ് നോൺ പ്രൊജക്റ്റഡ് എന്നും പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പൊ പ്രൊജക്റ്റഡിലെ മോഷൻ പിക്ചേഴ്സ്, TV, സാറ്റലൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടറൊക്കെ. നോൺ പ്രൊജക്റ്റഡിൽ നമുക്ക് ഡ്രാമ, പിന്നെന്താണ് പപ്പറ്റ്,
റോൾ പ്ലേ. അപ്പൊ അങ്ങനെ ആ രീതിയിലും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പൊ അതായത് ഓഡിയോ എയ്ഡ്സ് എന്തൊക്കെയാണ്, വിഷ്വൽ എയ്ഡ്സ് എന്താണ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ആ രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ലേണിംഗ് ടീച്ചിങ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും. ഡാം ഷുവർ ഏരിയ ആണ്. അപ്പൊ പിന്നെ ഇവിടെ കോമൺ ആയിട്ട് ഇതിൽ ചോദിക്കുമ്പം നിങ്ങളോട് അവർ ചോദിക്കുന്നത്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പർപ്പസ് ഓഫ് ദിസ് എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡിന്റെ പർപ്പസ് എന്താ. അപ്പൊ അതൊക്കെ സിംപ്ലി അതൊക്കെ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലേണിംഗ് കുറച്ചും കൂടെ ഈസി ആക്കുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവിടെ കോമൺ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇറ്റ് എറോസ് ഇൻട്രസ്റ്റ്. ഓക്കെ, ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടന്റ് ടേം. ഓക്കെ, എറോസ് ഇൻട്രസ്റ്റ് ആൻഡ് ഹോൾഡ് അറ്റൻഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ഓഡിയോ വിഷ്വൽ എയ്ഡ് പോലെ ഇരിക്കും അവരുടെ അറ്റൻഷൻ കൂടുന്നത്, അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ അവിടെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്, അവരുടെ ഇൻട്രസ്റ്റ് നമുക്ക് എറോസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇലിസ്ട്രേഷൻ ഓഫ് ടോപ്പിക് ഇൻ എ ഡിഫറെന്റ് വേ. അതായത് നല്ല രീതിയിൽ നമ്മുടെ ടോപ്പിക്കിനെ നമുക്ക് ഇലിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. സേവ് എനർജി, സേവ് ടൈം. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആർ നോൺ ആസ് ആന്റിഡോട്ട് ഫോർ വെർബൽ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ആൻഡ് ഓൾസോ വി ക്യാൻ റീഇൻഫോഴ്സ് ദ ലേണർ. അപ്പൊ ഈ രീതിയിലൊക്കെ ഇതിന്റെ പർപ്പസുകൾ എന്താണെന്നൊന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ക്ലിയർ. The next question, which method of teaching is alternative to the lecture method? Group discussion, symposium, panel discussion, demonstration. Which method of teaching is alternative to the lecture method? പറഞ്ഞോ. പറഞ്ഞു വേഗം പറഞ്ഞു ആൻസേഴ്സ്. വെറുതെ പാസീവ് ആയിട്ട് ഇരിക്കരുത്, ബി ആക്റ്റീവ്. നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് ചെയ്യുക. അറിയത്തില്ലെങ്കിൽ ഈ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഷീജ ഡി, നിഷ എ. എനി അതർ ആൻസേഴ്സ്? ആൻസർ ഈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എ. ഓക്കെ, അപ്പൊ അവിടെ ഈ ഓക്കെ എ, ശ്രുതി എ. ഓക്കെ, അമൃത ഡി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അവിടെ പിന്നെ ഒരു എന്താ പറയുന്നത്, ഒരു കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ഈ എന്താ പറയുന്നത്, ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ടീച്ചിങ് മെത്തേഡ്സിൽ കോമൺ ആയിട്ട് വരുന്നതാണ് ഈ നമ്മുടെ ലെക്ചറിങ്, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ, ഡിസ്കഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ, സിമ്പോസിയം, പാനൽ കോൺഫറൻസ്. അപ്പൊ ഈ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പൊ ഇവിടെ ടീച്ചിങ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ് ആയിട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ടീച്ചിങ് മെത്തേഡ് ഈസ് മെയിൻലി ഡിവൈഡഡ് ഇൻറ്റു ടു സ്ട്രീമിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ദാറ്റ് ഇസ് ടീച്ചർ സെന്റേർഡ്, ടീച്ചർ ഓറിയന്റഡ്. ദെൻ സ്റ്റുഡൻറ് സെന്റേർഡ്. അതൊന്ന് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ് ആണ് ഈ ലെക്ചർ മെത്തേഡ്, അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ, ഡിസ്കഷൻ, ഫോർ എക്സാമ്പിൾ ക്ലാസ് ഡിസ്കഷൻ. കാരണം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്, ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതൊക്കെ കൊണ്ടുപോകുന്നത് ഒക്കെ ടീച്ചറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ്സിനെയൊക്കെ ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചർ ഓറിയന്റഡ് മെത്തേഡ്, ടീച്ചർ സെന്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് വെൻ കം ടു ദി സ്റ്റുഡൻറ് സെന്റേർഡ് മെത്തേഡിലാണ് ബാക്കി വരുന്ന നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, സിമ്പോസിയം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, സിമ്പോസിയം. പിന്നെ നമ്മുടെ പാനൽ ഡിസ്കഷൻ വിൽ ബി ദർ, കോൺഫറൻസ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും വരുന്നത്. അപ്പൊ ഇതിൽ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും വരും. ഓക്കെ, അപ്പം വെരി കോമൺ ആയിട്ട് നമുക്ക് വരുന്നതാണ് നമ്മുടെ ലെക്ചർ മെത്തേഡ്. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ വിൽ ബി ദർ. ഗ്രൂപ്പ് ഡിസ്കഷൻ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പാനൽ ഡിസ്കഷൻ വരും. അപ്പൊ ഇതില് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ നമുക്ക് ഈ ലെക്ചർ മെത്തേഡിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഗ്രൂപ്പ് ഡിസ്കഷൻ ഇസ് നത്തിങ് ബട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ആൻഡ് ഓൾസോ ദർ ഇസ് അനദർ തിങ് ദാറ്റ് ഇസ് സിമ്പോസിയം. ഓക്കെ, സിമ്പോസിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഗ്രൂപ്പായിട്ട്, ഓക്കെ, ഒരു ഗ്രൂപ്പായിട്ട്, അതിപ്പം ഒന്നെങ്കിൽ രണ്ടോ അതിലധികമോ ആൾക്കാരുള്ള, അതിനെക്കുറിച്ച് സ്പെഷ്യലി നോളജ് ആയിട്ടുള്ള, ഇപ്പം നമ്മളിപ്പം ഒരു പിന്നെ ഇൻഫെർട്ടിലിറ്റി,
അപ്പൊ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സിമ്പോസിയം കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ അതിൽ സിസ്റ്റമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ദാറ്റ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അത് റിലേറ്റഡ് ടോപ്പിക്ക് നമ്മളൊരു കുറച്ച് 2-3 പേര് ആ ഗ്രൂപ്പിൽ ഉണ്ടാവും. സോ ദ പേഴ്സൺസ് ഹു ആർ സ്പെഷ്യൽ നോളേജ് അബൌട്ട് ദ സബ്ജക്ട്, ആ സബ്ജക്റ്റിനെ കുറിച്ച് നല്ല നോളജ് ഉള്ളവരായിരിക്കണം ആ ഗ്രൂപ്പിൽ ഉണ്ടാവേണ്ടത് ഇൻ കേസ് ഓഫ് സിമ്പോസിയം. ഓക്കെ, ഇവിടെ സിമ്പോസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി വിൽ ഡു ദ ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തെ കുറിച്ച് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുന്നു, സൊല്യൂഷൻ ചെയ്യുന്നു, അതൊക്കെയാണ് അതിനകത്ത് മെയിൻ ആയിട്ടും നമ്മൾ കോമൺ ആയിട്ടും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സിമ്പോസിയം മെയിൻ ആയിട്ടും വരുന്നത് നമുക്കിപ്പോ ഒരു ഈ നമ്മൾ പറഞ്ഞു എന്നാ നമ്മുടെ ലെക്ചർ മെത്തേഡിന് പകരം നമുക്ക് യൂസ് ചെയ്യാം ഓൾട്ടർനേറ്റീവ് ആയിട്ട് വി ക്യാൻ യൂസ് സിമ്പോസിയോ, നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. പിന്നെ സിമ്പോസിയത്തിൽ പറയുന്നത് നമ്മളുടെ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തെ, ഓക്കെ, നമ്മളൊരു പെർട്ടിക്കുലർ പ്രോബ്ലത്തെ നമ്മൾ അതിനെക്കുറിച്ച് സെവറൽ പോയിന്റ്സ് മേക്ക് ചെയ്യുന്നു, സെവറൽ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നു. അതാണ് മെയിൻ ആയിട്ട് നമ്മളുടെ ഈ സിമ്പോസിയത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. പിന്നെ ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സിമ്പോസിയം ഈസ് വൺ ഓഫ് ദ വൈഡ്ലി യൂസ്ഡ് ഡിസ്കഷൻ മെത്തേഡ്സ് ഫോർ കോച്ചിങ് ദ ഗ്രൂപ്പ്സ്. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സിമ്പോസിയം ഈസ് ദ വൈഡ്ലി യൂസിങ് മെത്തേഡ് ടു വോട്ട് കോച്ചിങ് ദ ഗ്രൂപ്പ്. ഓക്കെ, പിന്നെ കുറച്ചും കൂടി നമ്മൾ വെൻ കമ്പയർ വിത്ത് പാനൽ ഡിസ്കഷൻ, സിമ്പോസിയം മെത്തേഡ് ആണ് കുറച്ചും കൂടി ഫോർമൽ ആണ് ദാൻ ദ പാനൽ മെത്തേഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സിമ്പോസിയത്തെ കുറിച്ചൊന്ന് ഓർത്ത് വെക്കുക. ഇപ്പൊ സിമ്പോസിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലാർജ് ഗ്രൂപ്പ്, ഒരു ലാർജ് ക്ലാസ്സിനെ നമുക്ക് പഠിപ്പിക്കാനോ അഡ്രസ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പോസിയം മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി വെൻ കം ടു പാനൽ ഡിസ്കഷൻ. ഓക്കെ, ഇപ്പൊ പാനൽ ഡിസ്കഷനിലേക്ക് വരികയാണെങ്കിൽ ഇതും ഞാൻ പറഞ്ഞു നമ്മുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. ഇവിടെ മെയിൻ ആയിട്ടും ഒരു ലീഡർഷിപ്പ് കൺട്രോൾഡ് ആയിട്ടാണ് നമ്മുടെ ആ ഒരു ഡിസ്കഷൻസ് പോകുന്നത്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഉണ്ട് ആൻഡ് സോ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് എ ചെയർമാൻ ആൻഡ് എ ഫ്യൂ മെമ്പേഴ്സ് ദ ഡിസ്കഷൻ വിൽ ബി ഗോയിങ് ഓൺ. അപ്പൊ അവിടെ ഒരു ചെയർമാൻ ഉണ്ടാവും, ഒരു ലീഡർ ഉണ്ടാവും, അണ്ടർ ദാറ്റ് അതിന്റെ ഒരു ഗൈഡൻസിലൂടെയാണ് ഈ ഡിസ്കഷൻ കംപ്ലീറ്റ് പോകുന്നത്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് വരുന്ന പാനൽ ഡിസ്കഷനുമായിട്ട് നമുക്ക് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യൂഷ്വലി ഇവിടെ ഈ ഒരു എന്നാ പേഴ്സൺ കൗണ്ട് നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അതായത് ഇപ്പൊ പാനൽ ഡിസ്കഷനിലാണെങ്കിൽ ടോട്ടലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 6 to 8 മെമ്പേഴ്സ് ഒക്കെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നോളജ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ് ആ ഒരു ഈ പാനൽ ഡിസ്കഷനിൽ കോമൺ ആയിട്ട് പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ഡെമോൺസ്ട്രേഷൻ. ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, വി വിൽ കമ്മ്യൂണിക്കേറ്റ് ദ ഐഡിയാസ് വയ എന്താ പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയുക, നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെ എക്സിബിഷൻ ഓർ എക്സ്പ്ലനേഷൻ. അതാണ് മെയിൻ ആയിട്ടും വരുന്നത്. സോ ഡെമോൺസ്ട്രേഷൻ ഈസ് ദ എക്സിബിഷൻ പ്ലസ് എക്സ്പ്ലനേഷൻ. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ കോമൺ ആയിട്ട് നമുക്ക് ഇപ്പൊ എക്സ്പെരിമെന്റ് വരാം, അല്ലെങ്കിൽ നമുക്ക് പ്രൊസീജിയേഴ്സ് ചെയ്തു കൊടുക്കുന്നത് വരാം, കമ്പൈൻഡ് ആയിട്ട് വരാം. ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഓക്കെ, ഇനിയും ഇപ്പൊ നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നമുക്ക് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഒരു ബെസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇൻ എ കമ്മ്യൂണിറ്റി. സോ ലൈക്ക് ഹൗ ടു പ്രിപ്പയർ OR സൊല്യൂഷൻ വുഡ് ബി. സോ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബെസ്റ്റ് ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഈ എൻട്രൻസ് എക്സാംസിന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഒന്നാണ്. വെരി ഗുഡ് ശ്രുതി. അതായത് ഒരു ബെസ്റ്റ് ടീച്ചിങ് മെത്തേഡ് ടു ടീച്ച് എ കമ്മ്യൂണിറ്റി ലൈക്ക് ഹൗ ടു ബി പ്രിപ്പയർഡ് ആൻ OR സൊല്യൂഷൻ വുഡ് ബി. അപ്പൊ ഇത് കോമൺ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഡെമോൺസ്ട്രേഷൻ ചോദിക്കാം. മോസ്റ്റ് കോമൺലി സ്റ്റുഡൻറ് സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ് യൂസ്ഡ് ഇൻ എ നഴ്സിംഗ് എഡ്യൂക്കേഷൻ. ആ രീതിയിൽ നോക്കിയാലും ഡെമോൺസ്ട്രേഷൻ ആണ്, അല്ലെ. നമ്മൾ നമ്മളൊരു സ്റ്റുഡൻറ് സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ് ആയിട്ട് നമ്മൾ നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നതും ഡെമോൺസ്ട്രേഷൻ ആണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഇനി ഒരു രീതിയിലും കൂടി ഡെമോൺസ്ട്രേഷൻ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് സ്കിൽസ് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ക്യാൻ ബി എഫക്റ്റീവ്ലി ഡെവലപ്ഡ് ബൈ വിച്ച് നഴ്സിംഗ് മെത്തേഡ്. സ്കിൽസ് ഓഫ് nursing education can be effectively developed by which nursing method, that is demonstration. ഇപ്പൊ ഡെമോൺസ്ട്രേഷനെ കുറിച്ച് ഈ 3 പോയിന്റ്സ് അവിടെ നിന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഒന്ന്, ഒരു കമ്മ്യൂണിറ്റീനെ നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് ഡെമോൺസ്ട്രേഷൻ.
കോമൺലി നമ്മൾ നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുന്ന സ്റ്റുഡൻറ് സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ ആണ്. തേർഡ് വൺ, സ്കിൽസ് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ക്യാൻ ബി എഫക്റ്റീവ്ലി ഡെവലപ്ഡ് ബൈ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ അവിടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. കമ്മ്യൂണിറ്റി റോൾ പ്ലേ ഉണ്ട്. അതായത് ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഡെമോൺസ്ട്രേഷൻ പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു ഒരു നമുക്ക് ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു ടീച്ച് എ പ്രൊസീജിയർ, ഇപ്പൊ നമുക്കിപ്പോ OR സൊല്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മളൊരു കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പിൽ നമ്മൾ പഠിപ്പിക്കുക, അപ്പൊ നമ്മൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് ദാറ്റ് ഇസ് ദ ഐഡിയൽ വേ. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇൻ എ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെമോൺസ്ട്രേഷൻ ആണ്. വെൻ കം ടു റോൾ പ്ലേ ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സോഷ്യൽ ഡ്രാമ. ഇപ്പൊ ഇവിടെ നമ്മൾ ഇതും നമുക്കിപ്പം ഇയാൾ ചോദിച്ചത് കറക്റ്റ് ആണ്, ഇവിടെ സോഷ്യൽ ഡ്രാമ. പക്ഷേ ഒരു പ്രൊസീജിയർ ലൈക്ക് വൈസ് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഡെമോൺസ്ട്രേഷനാ. പക്ഷേ വെൻ കം ടു കമ്മ്യൂണിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐഡിയൽ മെത്തേഡ് എന്ന രീതിയിൽ നമുക്ക് ഈ റോൾ പ്ലേ യൂസ് ചെയ്യാം. പക്ഷെ എന്താണ്, നമുക്കിപ്പോൾ ഒരു നോൺ അല്ലെങ്കിൽ ഒരു ഇല്ലിറ്ററേറ്റ് പീപ്പിൾ, ഫോർ എക്സാമ്പിൾ ഇൻ എ കമ്മ്യൂണിറ്റി, ഒരു ഇല്ലിറ്ററേറ്റ് പീപ്പിളിനെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, അതിപ്പോൾ ഒരു ഇൻഫർമേഷൻ കൊടുക്കാനായിക്കോട്ടെ, ഒരു കാര്യം പഠിപ്പിക്കാനായിക്കോട്ടെ, വി ക്യാൻ യൂസ് റോൾ പ്ലേ. പക്ഷെ സ്പെസിഫിക് ടു എനി പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എനി പെർട്ടിക്കുലർ തിങ് ദാറ്റ് വി ക്യാൻ യൂസ് ഡെമോൺസ്ട്രേഷൻ. പക്ഷെ നമ്മൾ കമ്മ്യൂണിറ്റിയിലും യൂസ് ചെയ്യും. പക്ഷെ അത് മെയിൻലി നമ്മൾ പറയാ ഇല്ലിറ്ററേറ്റ്സ് അല്ലെങ്കിൽ നോൺ എഡ്യൂക്കേറ്റഡ് പീപ്പിൾസിനെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ എന്താണ് റോൾ പ്ലേ എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ റോൾ പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എന്താ പറയുന്നത്, റോൾ പ്ലേ വിൽ ഇൻക്രീസസ് എന്താ ഈ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കണം. അപ്പൊ സോ ഒരു അവയർനെസ് ക്രിയേറ്റിംഗ് ഒരു ഇല്ലിറ്ററേറ്റ് പീപ്പിളിനെ, സോ വി ക്യാൻ യൂസ് റോൾ പ്ലേ. നമുക്ക് ആക്ച്വൽ സെനാരിയോ നമുക്ക് എനാക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. സോ വി ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ബാക്കിയും നിങ്ങൾ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വായിച്ചു നോക്കണം. നിങ്ങളൊന്ന് ബ്രീഫ് ചെയ്തിട്ടേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാ. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ക്ലിനിക്കൽ നഴ്സിംഗ് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്ലിനിക്കൽ നഴ്സിംഗ് ടീച്ചിങ് മെത്തേഡിൽ നമ്മൾ സ്റ്റുഡന്റ് ആൻഡ് പേഷ്യന്റ് സെന്റേർഡ് ഈ 3 കാര്യങ്ങൾ, അതായത് ടീച്ചർ ഉണ്ടാവും, സ്റ്റുഡന്റ് ഉണ്ടാവും, പേഷ്യന്റ് ഉണ്ടാവും. ഈ 3 പേരും അല്ലെങ്കിൽ ഈ പേഷ്യന്റ് സെന്റേർഡ് ആയിട്ട് സ്റ്റുഡൻറ്റിനെ നമ്മൾ പഠിപ്പിക്കുന്ന മെത്തേഡ്സ് ആണ് ഈ ക്ലിനിക്കൽ ടീച്ചിങ് നഴ്സിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്താണ് ഇവിടെ യൂഷ്വലി നമ്മൾ പഠിക്കുന്നതാണ് നഴ്സിംഗ് കെയർ പ്ലാൻസ് ഈസ് ദെയർ. പിന്നെ നിങ്ങൾക്ക് അറിയാം ബെഡ് സൈഡ് ക്ലിനിക്ക്, ഗ്രൂപ്പ് കോൺഫറൻസ്, കേസ് സ്റ്റഡി, നഴ്സിംഗ് റൗണ്ട്സ്, നഴ്സിംഗ് കെയർ കോൺഫറൻസ്, ഇൻഡിവിജ്വൽ കോൺഫറൻസ്, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. പക്ഷെ നിങ്ങൾ ഓർക്കുക, ദ മോസ്റ്റ് എഫക്റ്റീവ് ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ് ഈസ് കേസ് സ്റ്റഡി. ഓക്കെ, അത് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ദ മോസ്റ്റ് എഫക്റ്റീവ് ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ് ഈസ് കേസ് സ്റ്റഡി. ക്ലിയർ? അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അത്രയും കാര്യങ്ങൾ അവിടെ വളരെ ക്ലിയർ ആയിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ചോദിക്കും. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഒരു പോയിന്റ് നമ്മുടെ ഡിസ്കഷൻ മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ്, എനിബഡി ഹു നോസ് ദ ആൻസർ? ഡിസ്കഷൻ മെത്തേഡ് നമ്മൾ പറയുന്ന മറ്റൊരു പേര് ആർക്കെങ്കിലും അറിയാവോ? ഡിസ്കഷൻ മെത്തേഡ് ഡിസ്കഷൻ മെത്തേഡ് മെത്തേഡിന് പറയുന്ന മറ്റൊരു പേര് ദാറ്റ് ഈസ് ഡെമോക്രാറ്റിക് മെത്തേഡ്. കേട്ടോ, ഡെമോക്രാറ്റിക് മെത്തേഡ് ഇതാണ് നമ്മുടെ ഡിസ്കഷൻ മെത്തേഡ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡെമോക്രാറ്റിക് മെത്തേഡ് എന്ന് പറയും. ഡെമോക്രാറ്റിക് മെത്തേഡ്. ഓക്കെ, അപ്പൊ അതില് ഈ ഡിസ്കഷനിൽ വരുന്നതാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ കുറിച്ചിട്ടുള്ള സെവറൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ടീച്ചർ ഒരു ഇന്ന ക്ലാസ് ആണെങ്കിൽ ടീച്ചർ ഈസ് ആക്ട് ആസ് എ ചെയർമാൻ. അപ്പം ടീച്ചറാണ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ചെയർമാൻ ആണ് ആ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്റ്റുഡൻസിനെ ഓർഗനൈസ് ചെയ്ത് ഗ്രൂപ്പ് ആക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ ഡിസ്കഷൻ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. ഓക്കെ,
Next question. The limitation of demonstration method of teaching are all except. Need special skills for some procedure. Helps theory and practice correlation. Not useful if students are inattentive. Students may blindly follow the lab manual. The limitation of demonstration method of teaching are all except. പറഞ്ഞു answers വേഗം പറഞ്ഞോ. B, D, C. Okay. B, M, D, M, C ഒക്കെ ആൻസർ വരുന്നുണ്ട്. So the answer that is B. Okay. Helps theory and practical correlation. So linking theory to practice is actually a key advantage of demonstration. Okay, so the limitation include skill requirement, risk of inattentiveness, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിൽ വരാം. Next one, to clarify concepts to students, the teacher must use lesson plan, teaching aid, unit plan, curriculum. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ കരിക്കുലം. കരിക്കുലം ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. ഓക്കെ, ഇപ്പൊ കരിക്കുലം അല്ലെങ്കിൽ ലെസൺ പ്ലാൻ എന്താ, ടീച്ചിങ് പ്ലാൻ എന്താ, മാസ്റ്റർ റൊട്ടേഷൻ, ക്ലിനിക്കൽ റൊട്ടേഷൻ, ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. So to clarify concepts to students, the teacher must use A, B, C, D. പറഞ്ഞോ ആൻസേഴ്സ്. B, okay. Sheeta B, Elizabeth C. Then what about others? Any answers? Anyway, ശ്രുതി A, എയും ബിയും സി ഒക്കെ വരുന്നുണ്ട്, നോക്കാം ഏതാണ്. ഓക്കെ, other answers. Okay, C, Amrita A, Amrita C, Shruti A, നോക്കാം. So the answer is lesson plan, that is A. Okay, lesson plan ആണ് clear structure and sequence regarding a particular topic. അപ്പൊ നിങ്ങൾ ഓർക്കുക ലെസൺ പ്ലാൻ. ഫസ്റ്റ് ലെസൺ പ്ലാൻ നിങ്ങളുമായിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ടാവും. ലെസൺ പ്ലാൻ നമ്മളൊരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുന്നതാണെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ലെസൺ പ്ലാൻ ഈസ് എ ഡീറ്റെയിൽഡ് Okay, lesson plan is a detailed guide prepared by the teacher outlining what, how, when to teach a specific lesson or topic. ഒരു നമ്മളിപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന സമയത്ത് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ എന്താണോ വാട്ട് വി ആർ ഗോയിങ് ടു ടീച്ച് അത് നമ്മൾ വെൽ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ലെസൺ പ്ലാൻ. അപ്പൊ അതിന്റെ കീ കോമ്പണൻസ് എന്ന് പറയുന്ന ഒന്ന്, അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, നമ്മൾ എഴുതിയിട്ടുണ്ടാവും. സെൻട്രൽ ഒബ്ജക്റ്റീവ്സ്, ജനറൽ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആർ ദെയർ. സോ എന്താണത്, വാട്ട് ദ ലേണർ ഷുഡ് അച്ചീവ്. നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ലേണേഴ്സിന് എന്താണോ കിട്ടേണ്ടത് അത് നമ്മൾ നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ് രീതിയിൽ നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ദെൻ കണ്ടന്റ്, ദാറ്റ് ഇസ് ടോപ്പിക് ഡീറ്റെയിൽസ്, ടീച്ചിങ് മെത്തേഡ്സ് ദാറ്റ് വി വിൽ ഇൻക്ലൂഡ് അല്ലെ, ലെക്ചർ മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ, ടീച്ചിങ് എയ്ഡ്സ്, ചാർട്ട്, മോഡൽസ്, വീഡിയോസ് എന്താണോ നമ്മൾ അതിൽ ഉണ്ടാവും. ലേണിംഗ് ആക്ടിവിറ്റീസ്, സ്റ്റുഡന്റ് ടാസ്കുകൾ അതിലുണ്ടാവും. ദെൻ ഇവാലുവേഷൻ, ക്വസ്റ്റ്യൻ ടെസ്റ്റ് അല്ലെ, നമ്മൾ ലാസ്റ്റ് റീക്യാപിറ്റുലേഷൻ ആൻഡ് ഇവാലുവേഷൻ ഉണ്ട്. നമ്മൾ എന്താണോ അവർ ലേൺ ചെയ്തതെന്ന് വി വിൽ ഇവാലുവേറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ്. So this lesson plan ensures organized teaching, time management and achievement of learning outcome. ഈ 3 പോയിന്റ് ഓർത്ത് വെക്കണം. ഒന്ന്, നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിപ്പിക്കും, സ്കാറ്റേർഡ് ആയിട്ടല്ല, ഹിയർ ആൻഡ് ദെയർ എടുത്ത് പഠിപ്പിക്കില്ല. ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ഡെഫിനിഷൻ, എത്തിയോളജി, അങ്ങനെ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിപ്പിക്കും. നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട് AVHs ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടൈം മാനേജ്മെന്റ് ആണ്. ആൻഡ് ഓൾസോ വി ക്യാൻ ചെക്ക് ദ ലേണിംഗ് ഔട്ട്കം, എത്രമാത്രം അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് ഓൾസോ വി ക്യാൻ ചെക്ക്. ദ നെക്സ്റ്റ് ടീച്ചിങ് എയ്ഡ്. ടീച്ചിങ് എയ്ഡിൽ പറയുന്നത് നമ്മളുടെ ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് വി വിൽ യൂസ്ഡ് ഇൻ ടീച്ചിങ് അല്ലെ, നമ്മൾ ടീച്ചിങ്ങിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് ആണ്. ദെൻ ഓഡിയോ എയ്ഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിഷ്വൽ എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ ടൈപ്പ് എയ്ഡ്സ്, റിയൽ ഒബ്ജക്റ്റ്, സോ ദാറ്റ് ഇസ് സ്പെസിമെൻ, ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഇത് മേക്ക് ലേണിംഗ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് കോൺക്രീറ്റ്. ഞാൻ ഓൾസോ പറഞ്ഞു അവരുടെ എന്താ പറയുന്നത് ഇൻട്രസ്റ്റ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, അവരുടെ ഇൻട്രസ്റ്റ് എറോസ് ചെയ്യാൻ വേണ്ടി, അറ്റൻഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് cater to different learning styles, improve recall and comprehension. Okay.
പിന്നെ വരുന്നതാണ് യൂണിറ്റ് പ്ലാൻ. യൂണിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എ ഡീറ്റെയിൽഡ് പ്ലാൻ ഫോർ ടീച്ചിങ് എ സ്പെസിഫിക് യൂണിറ്റ്. ലെസൺ പ്ലാൻ രണ്ടിലും ആ നെയിം ഇറ്റ് സെൽഫ് ഉണ്ട്. യൂണിറ്റിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ലെസൺ പ്ലാൻ എന്ന് പറയുമ്പം ആ ലെസൺസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, അപ്പം എ ഡീറ്റെയിൽഡ് പ്ലാൻ ഫോർ ടീച്ചിങ് എ സ്പെസിഫിക് യൂണിറ്റിന്റെ സിലബസ്. നമ്മളുടെ സിലബസ്, എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ സിലബസിലൂടെ പോയിട്ടുള്ളവരാണ്. അപ്പൊ ആ സിലബസിൽ ഓരോ യൂണിറ്റ് 1, ആ 1ന്റെ ഉള്ളിൽ ആ യൂണിറ്റിനകത്ത് വരുന്ന കാര്യങ്ങൾ, അത് ലെക്ചർ മെത്തേഡ് ആണോ, അസൈൻമെന്റ് കൊടുക്കണോ, ഇപ്പം കുറച്ചും കൂടെ സെമസ്റ്റർ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ, കണ്ടിട്ടുണ്ടോ, നോക്കിയിട്ടുണ്ടോ, അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും സിലബസ്? അല്ലെങ്കിൽ ഇനി ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ആ യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ് ആണ് സിലബസ്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് കവർ ചെയ്ത് പോകുന്നത്, മൾട്ടിപ്പിൾ ലെസൺസ് ഇൻ ദ യൂണിറ്റ്. ആൻഡ് അത് ബ്രോഡർ ദാൻ ലെസൺ പ്ലാൻ ബട്ട് മോർ സ്പെസിഫിക് ദാൻ കരിക്കുലം. കരിക്കുലത്തെക്കാളും ചെറുതാണ്, പക്ഷെ ലെസൺ പ്ലാനിൽ എന്താ, ഇപ്പം കാർഡിയോ വാസ്കുലാർ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡേഴ്സ്, അതൊരു യൂണിറ്റ് ആണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിൽ നമ്മൾ MI പഠിപ്പിക്കുന്നതെങ്കിൽ അതൊരു സ്പെസിഫിക് ടോപ്പിക്കാ. അപ്പൊ അതാണ് ലെസൺ പ്ലാനിൽ വരുന്ന ഡിഫറൻസ് എന്ന് ഓർത്തിരിക്കുക. ആൻഡ് കണ്ടെയ്ൻസ് യൂണിറ്റ് ഒബ്ജക്റ്റീവ്സ് വിൽ ബി ദർ, സീക്വൻസ് ഓഫ് ലെസൺസ്, ടീച്ചിങ് മെത്തേഡ്സ്, അസസ്മെന്റ് സ്ട്രാറ്റജീസ്, ഓൾ ദീസ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ എ യൂണിറ്റ് പ്ലാൻ. ദെൻ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 to 3 വീക്സ് ആണ്. ദെൻ പർപ്പസ് മെയിൻറ്റെയിൻസ് കണ്ടിന്യൂറ്റി അക്രോസ് ലെസൺസ് ആൻഡ് എൻഷുർ ഓൾ ഒബ്ജക്റ്റീവ് ഫോർ എ യൂണിറ്റ് ടെർമിറ്റ്. എല്ലാം മെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, so the next is curriculum. Curriculum is a very vast topic. ഇപ്പം അതിൽ നമ്മുടെ കംപ്ലീറ്റ് സ്ട്രക്ചർ, ഫ്രെയിംവർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ കണ്ടന്റ്, ലേണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ഇവാലുവേഷൻ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ഓഫ് എ കോഴ്സ് ഓർ പ്രോഗ്രാം. അതിനെയാണ് നമ്മൾ, അതായത് എൻറ്റയർ ഒരു പ്രോഗ്രാമിനെ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, അതിന്റെ ഒരു സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക്, ഇപ്പം നമ്മൾ കോഴ്സ് തുടങ്ങണം അല്ലെങ്കിൽ എപ്പം നമ്മൾ ഇവാലുവേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മുടെ കരിക്കുലം പ്ലാനിങ്. ഇപ്പം BSc നഴ്സിംഗ്, അത് അതിലൊരു വ്യക്തമായ ഒരു കരിക്കുലം ഉണ്ട്. എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെ വരണം, ഇങ്ങനെ വരണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ എങ്ങനെ ഏതൊക്കെ ടൈപ്പ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് കൊടുക്കേണ്ടത്, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ ഓഫ് എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആണ് നമ്മൾ കരിക്കുലം എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ടൈപ്സ് ഓഫ് കരിക്കുലം ദാറ്റ് യു ഹാവ് ടു നോട്ട് ഡൗൺ. ഒരു മിനിറ്റ്. അവിടെ ഒരുപാട് കരിക്കുലം ടൈപ്സ് ഉണ്ട്. പക്ഷെ ഒരു ബേസിക് എന്ന നിലയിൽ യു ഹാവ് ടു നോട്ട് ദിസ്. ഫോർമൽ കരിക്കുലം എന്ന് പറഞ്ഞ ഒരു പ്ലാൻഡ് സിലബസ് ഉണ്ടാവും. ഹിഡൻ കരിക്കുലം എന്ന് പറഞ്ഞ് അവിടെ ഇറ്റ് ഇസ് മെയിൻലി ഫോക്കസ് ടു എന്താ പറയുക, വാല്യൂസ്, ബിഹേവിയേഴ്സ്, ഓക്കെ, ദാറ്റ് ദേ ഷുഡ് ലേൺ ഇൻഫോർമലി. കോർ കരിക്കുലം എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ലേണിംഗ് ഫോർ ഓൾ ദ സ്റ്റുഡൻസ്. ഇപ്പൊ ഇത് കുറെ കരിക്കുലത്തിന്റെ ടൈപ്സ് ഉണ്ടാവും, നോക്കിയിട്ട് പോവാ. പിന്നെ അവിടെ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, കണ്ടന്റ് ഉണ്ടാവും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് വിൽ ബി ഡിസ്കസ്ഡ് ആൻഡ് ഇവാലുവേഷൻ മെത്തേഡ്സ് എല്ലാം ആ കരിക്കുലം ഫ്രെയിമിൽ ഇൻക്ലൂഡഡ് ആണ്. സോ purpose, that means it provide a roadmap for the entire course, ensure standardization of learning outcome. അപ്പൊ ഒരു കോഴ്സ് എങ്ങനെ നടക്കണം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് എന്നുള്ള എൻറ്റയർ കോഴ്സ് ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. നമ്മുടെ മെയിൻ ആയിട്ട് പറയേണ്ടത്, സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോഴ്സ് ആൻഡ് പ്രോഗ്രാം? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ കോഴ്സും പ്രോഗ്രാമും തമ്മിൽ നിങ്ങളുടെ ഒരു അറിവില്? എനി ഡിഫറൻസ് ബിറ്റ്വീൻ കോഴ്സ് ആൻഡ് പ്രോഗ്രാം? എന്ന് പറഞ്ഞേ. Any idea? So is there any difference between course and program? അപ്പൊ ഇത് കണ്ടുപിടിക്കാം എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോഴ്സ് ആൻഡ് പ്രോഗ്രാം എന്നുള്ളത് കേട്ടോ. So then the next question is, when every study population or the subject has an equal chance to be selected as a sample, it is known as control, randomization, manipulation, variable. പറഞ്ഞോ.
എന്തൊക്കെയാണ് ആൻസേഴ്സ്? എ, ഓക്കെ, എ, ബി, ബി, അപർണ, അമൃത, ബി, 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 ഓക്കെ, ബി. ബി ആണ് മെജോറിറ്റി ആൻസേഴ്സ് വന്നേക്കുന്നത്, നോക്കാം. സോ ദ ആൻസർ ഈസ് ബി, ദാറ്റ് ഇസ് റാൻഡമൈസേഷൻ. ഇപ്പൊ റിസർച്ച് അനദർ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ റാൻഡമൈസേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് റാൻഡമൈസേഷൻ? എല്ലാവർക്കും ഓക്കെ ഈക്വൽ ചാൻസ് കിട്ടും അല്ലെ, ഈക്വൽ പ്രോബബിലിറ്റി ഓർ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് ഇൻ എനി ഗ്രൂപ്പ്. ഒന്നെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അപ്പം ഈ ആ വരുന്ന കംപ്ലീറ്റ് സാമ്പിൾസിനും ഒരു ഈക്വൽ, അല്ലെങ്കിൽ ആ ഒരു മെമ്പേഴ്സിന് ഈക്വൽ ചാൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ കിട്ടും. അപ്പൊ അതിനെയാണ് നമ്മൾ റാൻഡമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ വരുന്ന അടുത്ത ഒരു ടേം ആണ് ദാറ്റ് ഇസ് കൺട്രോൾ. ഓക്കെ, കൺട്രോൾ. ഇപ്പം കൺട്രോൾ ഗ്രൂപ്പ്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ റിസർച്ച് സ്റ്റഡിയിൽ കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ ഇവരെ എന്ത് ചെയ്യുന്നു നമ്മൾ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയുന്നേ, ഒരു ഒരു ന്യൂ വൂൺ ഡ്രസ്സിങ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ദ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഓർ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ്, സ്റ്റാൻഡേർഡ് എന്താ പറയുന്നത്, ആ ഇന്റർവെൻഷൻസ് കിട്ടുന്നവരാണ് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കൺട്രോൾ ഗ്രൂപ്പിൽ നമ്മളെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് കൺട്രോൾ ഗ്രൂപ്പ്. ഇനി വട്ട് യു മീൻ ബൈ മാനിപ്പുലേഷൻ? മാനിപ്പുലേഷൻ എന്ന് പറയുമ്പം നമ്മൾ എന്താ പറയുന്നത്, ഡെലിബറേറ്റ്ലി നമ്മൾ കുറച്ച് ചേഞ്ചസ്, അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യും, സംതിങ് വി വിൽ അപ്ലൈ ഓർ സംതിങ് വി വിൽ റിമൂവ് ഫ്രം ദ വേരിയബിൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ ഒരു നമ്മൾ പറയുന്ന ഒരു പർട്ടിക്കുലർ വൂണ്ട് ഡ്രസ്സിങ്, ഒരു ഡയബറ്റിക് വൂണ്ട് ഡ്രസ്സിങ് ആണ്. അപ്പൊ അവിടെ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന് നമ്മൾ ന്യൂ ഡ്രസ്സിങ് കൊടുക്കും, ബാക്കി എല്ലാ രണ്ട് ഗ്രൂപ്പ് എയും ബിയും നമ്മൾ തിരിച്ചിട്ടുണ്ട്, എനെയും ബിനെയും നമ്മൾ എടുത്തിട്ടുണ്ട്. എയ്ക്കും ബിക്കും നമ്മൾ ഒരേ കാര്യങ്ങൾ നോർമൽ വൂണ്ട് ഡ്രസ്സിങ് നമ്മൾ കൊടുക്കുന്നു. അതിന്റെ കൂടാതെ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എയ്ക്ക് നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു മെഡിസിനും കൂടി അഡീഷണലി ആ വൂണ്ടയിൽ വെക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ഇവരുടെ ഹീലിംഗ് ടൈമിന്റെ ഇമ്പാക്ട്. ഇതിനാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദിസ്. അപ്പൊ ഈ ഒരു എന്താ പറയുന്നത്, കൺട്രോള്, മാനിപ്പുലേഷൻ, റാൻഡമൈസേഷൻ, ഈ ടേമുകൾ ഒന്ന് ഓർത്ത് വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ അവിടെ ഓർത്ത് വെക്കേണ്ടത് പ്രോബബിലിറ്റി, നമ്മുടെ സാമ്പിളിങ്, പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്, ഈ സാമ്പിളിങ് ടെക്നിക്കുകൾ നോക്കിയിട്ട് പോവാം. അപ്പൊ അതിലെ പ്രോബബിലിറ്റി, അതിലാണ് നമ്മുടെ കൺവീനിയൻസ് സാമ്പിളിംഗ്, ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്, കോട്ട, സ്നോബോൾ, ആ ടൈപ്പ്, ഇതൊക്കെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഇത് ഏതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, ഏതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് ചോദിക്കാം. ദെൻ പ്രോബബിലിറ്റിയിലാണ് ബാക്കി വരുന്നത് നമ്മുടെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമിക്, സ്ട്രാറ്റിഫൈഡ്, ക്ലസ്റ്റർ, അതർ സാമ്പിളിംഗ് മെത്തേഡ് ഒക്കെ ഈ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നതാണ്. അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഡിഡക്റ്റീവ് അപ്രോച്ച്, അത് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ടു ജനറൽ ആണ് ഇൻഡക്റ്റീവ് അപ്രോച്ച്. ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ജനറൽ ടു സ്പെസിഫിക് ആണ്. ആ ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിട്ട് പോകണം, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കൺട്രോള്, റാൻഡമൈസേഷൻ ആൻഡ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്, ഇത് മൂന്നും എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ എന്താ പറയുന്നത് മേജർ കോൺസെപ്റ്റുകളാണ്. എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ മേജർ കോൺസെപ്റ്റ് ആൻഡ് കോമ്പോണൻസ് ആണ് കൺട്രോള്, റാൻഡമൈസേഷൻ, മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇത് മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ഓർത്ത്, ഈ ഇത്രയും കാര്യങ്ങൾ അതിലൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ഈ റിസർച്ചിൽ എന്താ ഹൈപ്പോത്തസിസ്, അതുപോലെ തന്നെ നമ്മുടെ വാട്ട് ഇസ് വേരിയബിൾസ്, ഹൈപ്പോത്തസിസ്, അങ്ങനെയുള്ള ടെർമിനോളജീസ്, റിസർച്ച് ടെർമിനോളജീസ്, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോക്കുക. ഇവിടെ വെൻ കം ടു വേരിയബിൾ എന്നാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെ, നമ്മളുടെ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ, സാമ്പിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് തന്നെ പല വേരിയബിൾസ് ഉണ്ട്. ഇപ്പൊ ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഇപ്പം ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്.
ഇനി ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ ഇതും എപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓക്കെ, സോ ഹിയർ നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളും, ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇൻഡി ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ എപ്പോഴും പറയുന്നത് ദിസ് വേരിയബിൾ ഈസ് നോൺ ആസ് കോസ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് അത് അവിടെ എഴുതി വെക്കുക, ഇതാണ് ചോദിക്കുന്നത്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് എ കോസ് വേരിയബിൾ, ഡിപ്പെൻഡന്റ് വേരിയബിൾ ഈസ് എ എഫക്റ്റ് വേരിയബിൾ, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ. ഓക്കെ, ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ മാനിപ്പുലേഷന്റെ എഫക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു സ്റ്റഡി ചെയ്യാൻ പോവാണ്, ഇപ്പം ഡിപ്രഷൻ പേഷ്യന്റും മ്യൂസിക് തെറാപ്പിയും, ഇതാണ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി എന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, എഫക്ട് ഓഫ് മ്യൂസിക് തെറാപ്പി ഓൺ ഡിപ്രഷൻ. ഇപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മ്യൂസിക് തെറാപ്പി ആണ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് മ്യൂസിക് തെറാപ്പിയാ. നമ്മളുടെ ഡിപ്രഷന്റെ സ്കോർ ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. മനസ്സിലായാലോ? ആ നിങ്ങൾ ആ എക്സാമ്പിൾ വെച്ച് തന്നെ പഠിച്ചു വെക്കാം. മ്യൂസിക് തെറാപ്പി ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതിൽ ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്തുന്നില്ല അല്ലെ, അതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ഡിപ്രഷൻ സ്കോർ ദാറ്റ് ഈസ് എഫക്റ്റ്. ഓക്കെ, നമ്മൾ അതിന്റെ സ്കോർ വെച്ചിട്ട് ഡിപ്രഷൻ കുറഞ്ഞോ കൂടിയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് അവിടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പൊ ബേസിക് ടെർമിനോളജീസ് നോക്കുക, ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ജസ്റ്റ് അത് എന്താണെന്നൊന്ന് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു സാമ്പിളിംഗ്, പിന്നെ റിലയബിലിറ്റി, വാലിഡിറ്റി, പിന്നെ ചില സ്കെയിൽസ് ഒക്കെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യില്ലേ, വിഷ്വൽ അനലോഗി സ്കെയില്, വാസ് സ്കെയില്, അങ്ങനെയൊക്കെയുള്ള ഇന്റർവ്യൂ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന്, നമ്മൾ ഈ ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസിൽ കിട്ടും, പക്ഷെ എന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് പഠിച്ചല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ദാറ്റ് ഇസ് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. ഓക്കെ, വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വെക്കാം, VE, ദാറ്റ് ഇസ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് എക്സ്റ്റെന്റ് ടു വിച്ച് ആൻ ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് സപ്പോസ് ടു ബി മെഷേർഡ്. ഓക്കെ, ഇപ്പൊ ഒരു BP ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഓൺലി ഇറ്റ് അല്ലെങ്കിൽ ഇറ്റ് സപ്പോസ് ടു മെഷർ BP, അതാണ് നമ്മൾ ഈ വാലിഡിറ്റിയിൽ പറയുന്നത്. അപ്പൊ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ എഴുതിയിടേണ്ട ഒരു എന്താ പറയുന്നത്, ഒരു കാര്യം ദാറ്റ് ഇസ് ആക്യുറസി ആണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. when come to reliability, that is we are checking the consistency. ഓക്കെ, റിലയബിലിറ്റിയിൽ നമ്മൾ കൺസിസ്റ്റൻസി ആൻഡ് ആക്യുറസി നോക്കും, അല്ലെ കൺസിസ്റ്റൻസി ആണ് പ്രൈം ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, വാലിഡിറ്റി, റിലയബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ, the vaginal pH in reproductive period is 3 to 4, 4 to 5, 5 to 6, 6 to 7. vaginal pH പറഞ്ഞോ. vaginal pH in reproductive period. പറഞ്ഞോ ആൻസേഴ്സ് പറഞ്ഞോ. ഓക്കെ, ബി ഷീജ ബി, വാട്ട് അബൌട്ട് അതേഴ്സ് പറഞ്ഞോ. ഓക്കെ, നിഷ ബി. ബാക്കി ആൻസേഴ്സ്, ബാക്കിയുള്ളവര് പറഞ്ഞ ആൻസേഴ്സ് പറഞ്ഞേ. ഓക്കെ, ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുന്നത് ക്വസ്റ്റ്യൻ ആണ്. pH എന്ന് പറയുന്നത് എപ്പോഴും pH ദാറ്റ് ഇസ് 4 to 5, നമ്മുടെ വജൈനൽ pH 4 to 5 വരാം, അല്ലെങ്കിൽ ചില കേസിൽ നമ്മൾ ഈ ചില ഓപ്ഷൻസിൽ അല്ലെ ചില ടെക്സ്റ്റ് ബുക്കിൽ 3.8 to 4.5 എന്ന് കാണാറുണ്ട്.
ദാറ്റ് ഓൾസോ റൈറ്റ് ആണ്, തെറ്റൊന്നും പറയാൻ പറ്റില്ല റീപ്രൊഡക്റ്റീവ് ഏജിൽ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള നമ്മുടെ ഈ ബോഡി ഫ്ലൂയിഡ്സിന്റെ പി എച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം ആർട്ടീരിയലിൽ നമ്മൾ 7 ബ്ലഡിന്റെ 7.35 to 7.45 ആണ് നമ്മൾ പറയുന്നത്. വെൻ കം ടു വീനസ് ബ്ലഡ് വരുമ്പോൾ 7.31 to 7.41 ആണ് വരുന്നത്. പിന്നെ അതുപോലെ കോമൺ ആയിട്ട് പിന്നെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ പി എച്ച് കേട്ടോ. അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ പി എച്ച് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ദാറ്റ് ഇസ് 7 to 7.5 ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ പി എച്ച് വരുന്നത്. പിന്നെ സെമൻ, പി എച്ച് ഓഫ് സെമൻ എന്ന് പറയുന്നത് 7.2 to 8 ആണ് വരുന്നത്. പിന്നെ വജൈനൽ സെക്രീഷൻ, പിന്നെ അതുപോലെ കോമൺ ആയിട്ട് വരുന്നത് നമ്മുടെ എന്താ പറയുന്നത് സലൈവയുടെ ചോദിക്കാം, ദാറ്റ് 6.2 to 7.6. ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെത് 1.5 to 3.5 അസിഡിക് ആണ്. പിന്നെ അതുപോലെ തന്നെ അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ യൂറിൻ്റെത് 4.5 to 8. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പി എച്ച് എല്ലാത്തിന്റെയും പഠിച്ചു വെക്കാം, എല്ലാ ഫ്ലൂയിഡ്സിന്റെയും നിങ്ങൾ പി എച്ച് പഠിച്ചു വെക്കുക. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ആസിഡിക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്ലൂയിഡ്സിലൊക്കെ തന്നെ അസിഡിക് എക്സ്ട്രീം ആയി നിൽക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്കറിയാം പി എച്ചിന്റെ ആ വാല്യൂ കുറയും തോറും അസിഡിറ്റി കൂടും തോറും നമ്മൾ ആൽക്കലൈൻ ബേസ് ആയിട്ടാണ് വരുന്നതെന്ന് പറയാം. പിന്നെ നമ്മൾ എപ്പോഴും നമ്മളൊരു എന്താ പറയുന്നത് നമ്മളൊരു ഗോൾഡ് റെഫറൻസ് ആയിട്ട്, അതായത് ഗോൾഡ് റെഫറൻസ് ആയിട്ട് സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയിട്ട് നമ്മൾ വെക്കുന്നത് നമ്മുടെ ബ്ലഡിന്റെ പി എച്ച് ആണ്. ദാറ്റ് ഇസ് 7.35 to 7.45. ആ രീതിയിൽ ആ പി എച്ചുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ലൈഫ് സ്പാൻ ഓഫ് ആർ ബി സി ഇസ് 90 days, 100 days, 110 days, 120 days. വെരി കോമൺ ആണ് ലൈഫ് സ്പാൻ ഓഫ് ആർ ബി സിസ്. ഞാൻ പറഞ്ഞു വെരി സിമ്പിളാ, നമ്മൾ എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒന്നാണ് ലൈഫ് സ്പാൻ ഓഫ് ആർ ബി സി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആൻസേഴ്സ്? ഓക്കെ, സോ എനിവേ നമുക്ക് എന്താ മെജോറിറ്റി ആൻസേഴ്സ് ഏതാന്ന് നോക്കാം. സോ ലൈഫ് സ്പാൻ ഓഫ് ആർ ബി സി ദാറ്റ് ഇസ് ഡി. 120 ആണ്, നമ്മൾ 120 days ആണ് നമ്മൾ പിന്നെ ലൈഫ് സ്പാൻ ഓഫ് ആർ ബി സി പറയുന്നത്. അപ്പൊ അതും ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ആർ ബി സി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് അനീമിയാസ്. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് അനീമിയ ഒക്കെ ഒന്ന് നോക്കുക. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഒന്നാണ് ടൈപ്പ് ഓഫ് അനീമിയ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് സെൽസ്, ഈ ബ്ലഡ് സെൽസിന്റെ ഇപ്പം വാല്യൂസ് എലിവേറ്റ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ അത് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നതുകൊണ്ട് പറയുന്നതാണ് നമ്മുടെ ലങ് വോളിയംസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പൊ അത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കുക. ദാറ്റ് ഈസ് ആർ ബി സിന്റെ ലൈഫ് സ്പാൻ. പിന്നെ അതുപോലെ നിങ്ങൾ ഓരോന്നും ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മുടെ WBC, ന്യൂട്രോഫില്, അതുപോലെ തന്നെ ലിംഫോസൈറ്റ്സ്, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ ബ്ലഡ് സെൽസ് എല്ലാം തന്നെ നിങ്ങൾ നോക്കണം. അതിൽ ഏതെങ്കിലും ഒന്ന് അതിന്റെ ഒന്നെങ്കിൽ അബ്നോർമാലിറ്റി ആവാം അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ആവാം ചോദിക്കാം. ഓക്കെ, ഇനി നമ്മുടെ പ്ലേറ്റ്ലെറ്റിന്റെ പിന്നെ ചോദിക്കുന്നതാണ് ലൈഫ് സ്പാൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്. എന്താണ് പ്ലേറ്റ്ലെറ്റിന്റെ ലൈഫ് സ്പാൻ എത്രയാ? ലൈഫ് സ്പാൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് അറിയാമോ? പിന്നെ നമുക്ക് രണ്ടാമത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്, ലൈഫ് സ്പാൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്. ആൻസേഴ്സ് പറയുന്നുണ്ടോ? ഓക്കെ, ലൈഫ് സ്പാൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് 7 days. ഓക്കെ, നമ്മൾ യൂഷ്വലി നമ്മൾ പറയുന്നത് 5 to 9 days ആണ് പ്ലേറ്റ്ലെറ്റിന്റെ ലൈഫ് സ്പാൻ നമ്മൾ പറയുന്നത്. അപ്പൊ അത് പ്ലേറ്റ്ലെറ്റ് ആണ് ഷോർട്ട് ലൈഫ് സ്പാൻ. ഇറ്റ് ഹാസ് എ വെരി ഷോർട്ട് ലൈഫ് സ്പാൻ ആണ് പ്ലേറ്റ്ലെറ്റിന് വരുന്നത്. അപ്പൊ ആ രീതിയിൽ ജസ്റ്റ് പ്ലേറ്റ്ലെറ്റ് ലൈഫ് സ്പാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആർ ബി സിയുടെ ലൈഫ് സ്പാൻ ചോദിക്കാറുണ്ട്. പിന്നെ ബാക്കി WBCന്റെ ഒക്കെ വരുന്ന സമയത്ത് ലൂക്കോസൈറ്റ്സ്, അപ്പൊ ന്യൂക്ലിയേറ്റ് ഗ്രാനുലാർ ലൂക്കോസൈറ്റ് അതിന്റെ വാല്യൂസ്, ഇപ്പൊ ലൂക്കോപീനിയ, ലൂക്കോസൈറ്റോസിസ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ വരുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അതൊന്ന് നോക്കി പോവാം. ഓക്കെ, ദെൻ പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്നത് നമ്മുടെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. അവിടെ ഒന്ന് എഴുതണേ.
നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി or B cell immunity. So this we will get from B lymphocyte. അവിടെ എഴുതി വെക്കുക, ബി ലിംഫോസൈറ്റ്. ഇപ്പൊ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബി സെൽ ഇമ്മ്യൂണിറ്റി ഇസ് ഗിവൺ ബൈ ദ ബി ലിംഫോസൈറ്റ്. അതുപോലെ തന്നെ ടി ലിംഫോസൈറ്റ്, ദാറ്റ് ഇസ് സെല്ലുലാർ ഇമ്മ്യൂണിറ്റി. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. സെല്ലുലാർ ഇമ്മ്യൂണിറ്റി ബൈ ടി ലിംഫോസൈറ്റ് ആൻഡ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ബൈ ബി ലിംഫോസൈറ്റ്. ഇത് രണ്ടും എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് രണ്ടും ഒന്ന് നോക്കി പോവാ നിങ്ങൾ. ഓക്കെ, സോ ബാക്കി നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് പോണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. സോ അനദർ ഇമ്പോർട്ടൻ്റ് RH, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഓക്കെ, അത് ചുമ്മാ എന്തൊക്കെയാണെന്ന് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് നോക്കിയാൽ മതി. Then next is the strongest and largest bone of the face is maxilla, frontal lobe, mandible, occipital bone. പറഞ്ഞോ. Strongest and largest bone of the face. Yes, C. Okay, so the answer is C. നമ്മുടെ മാൻഡിബിൾ അല്ലെങ്കിൽ നമ്മുടെ ലോവർ ജോ, ദിസ് ഇസ് ദ ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ഫേഷ്യൽ ബോൺ ഫോമിംഗ് ദ ലോവർ ജോ ലൈൻ ആൻഡ് ഹൗസിംഗ് ലോവർ ടീത്ത്. അപ്പം ദിസ് ഇസ് ദ ഓൺലി മൂവബിൾ സ്കൾ ബോൺ എക്സ്ക്ലൂഡിങ് ഓസിക്കിൾസ്. അപ്പൊ ആ ഒരു പോയിന്റും കൂടെ അവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ, which of the nerves passes through the foramen magnum? സ്പൈനൽ നെർവ്, വാഗസ്, അക്സസറി, ഹൈപ്പോഗ്ലോസൽ. വേഗം പറഞ്ഞോ. എന്താണ് മെജോറിറ്റി ആൻസേഴ്സ്? ഓക്കെ, സി. C ആണ് മെജോറിറ്റി ആൻസർ. So the answer is C, that is accessory nerve. So the accessory nerves passes through the foramen magnum before joining the cranial part. Okay. Then ഈ ക്രേനിയൽ നെർവ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഈ ഫൊറാമൻ മാഗ്നം എന്ന് പറഞ്ഞാൽ ലാർജ് ഓപ്പണിംഗ് ആണ് അല്ലെ, നമ്മുടെ ഒസിപിറ്റൽ ബോൺ ബേസ് ഓഫ് ദ സ്കള്ളിൽ വരുന്ന ഒരു ഹോൾ, ഒരു ഓപ്പണിംഗ് ആണ് ഫൊറാമൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് ഈ ഫൊറാമൻ മാഗ്നത്തിൽ കൂടിയാണ് എന്ത് ഈ നമ്മുടെ വെർട്ടിബ്രൽ കനാലും നമ്മളുടെ ഇങ്ങനെ തല വരുമ്പോൾ ഇവിടെ വരുന്ന ആ ഒരു ഓപ്പണിംഗ് ആണ് നമ്മുടെ ഒസിപിറ്റിനെയും വെർട്ടിബ്രലിനെയും കൂടെ കണക്ട് ചെയ്യുന്ന. ഇവിടെയാണ് ആ ഒരു കണക്ട്. This will connect to the cranial cavity and vertebral canal. അപ്പൊ ഈ ഇത് ഇതിലാണ് കോമൺ ആയിട്ട് ഈ ഡിസ്ക് ഹെർണിയേഷൻസ്, ഇഞ്ചുറി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസിലി ദിസ് വിൽ ട്രാൻസ്മിറ്റ് ടു ദ ബ്രെയിൻ സ്റ്റം ആൻഡ് ഈസിലി എന്താ പറയുന്നത് ഡെത്ത് അല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ വരാം. ഓക്കെ, അപ്പൊ ഇതൊരു കുറച്ച് ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും കൂടിയാണ്. പിന്നെ നമ്മുടെ ലെയേഴ്സ് ഓഫ് ബ്രെയിൻ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ക്രേനിയൽ നെർവ്, ഓരോ ക്രേനിയൽ നെർവ് പഠിച്ചു വെക്കുക. ക്രേനിയൽ നെർവ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒന്നാമത്തെ ക്രേനിയൽ നെർവ് ഓൾഫാക്ടറി. അപ്പം അത് ഇപ്പം സെൻസറി നെർവ് ആണോ മോട്ടോർ നെർവ് ആണോ എന്നുള്ളതും കൂടെ പഠിച്ചു വെക്കുക. അപ്പം പിന്നെ ആ രീതിയിൽ ഓൾഫാക്ടറി, ഒപ്റ്റിക്, ഒക്യുലോമോട്ടോർ, ദെൻ ട്രൊക്ലിയാർ നെർവ്, ദെൻ അതുപോലെ ട്രൈജെമിനൽ നെർവ്. ഇപ്പോൾ ഓരോന്നും മിക്സ്ഡ്, സെൻസറി മോട്ടോർ ആണോ, സെൻസറി ആണോ മോട്ടോർ ആണോ, ആ രീതിയിൽ അബ്ഡ്യൂസെന്റ്, ഫേഷ്യൽ നെർവ്, വെസ്റ്റിബുലോർ, ഗ്ലോസോഫാരഞ്ചൽ, വാഗസ്, അക്സസറി, ഹൈപ്പോഗ്ലോസൽ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ അതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, പിന്നെ അത്രയാണ് ആ നെർവ്സിൽ മെയിൻ ആയിട്ടും വരുന്നത്. സെൻസറി, മോട്ടോർ, ന്യൂറോ, ആ രീതിയിൽ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. പിന്നെ ലാർജസ്റ്റ്, സ്ട്രോങ്ങസ്റ്റ്, ആ രീതിയിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്നും കൂടെ ഉള്ളതെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ ഈ ക്രേനിയൽ നെർവ്സിൽ നമ്മൾ അതിന്റെ ക്രേനിയൽ ന്യൂക്ലിയെ ലൊക്കേറ്റ് ചെയ്യുന്ന വെച്ചിട്ട്, അതായത് ഇപ്പം 3 രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതായത് ഇപ്പൊ ഇതിന്റെ ഈ ക്രേനിയൽ നെർവ്സിന്റെ ന്യൂക്ലിയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മിഡ് ബ്രെയിനിലാണെങ്കിൽ, മിഡ് ബ്രെയിനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്രേനിയൽ നമ്പർ 3ഉം 4ഉം.
3 ഉം 4 ഉം ക്രേനിയൽ നെർവ്സിന്റെ ന്യൂക്ലിയർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മിഡ് ബ്രെയിനിലാണ്. ദെൻ വെൻ കം ടു പോൺസ്, പോൺസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 5, 6, 7, 8. ഈ ലൊക്കേഷൻ ചോദിക്കാം. ദെൻ ഇനി മെഡുല്ലയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 9, 10, 11, 12. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ the epithelial tissue which lines the urinary bladder is columnar, stratified, squamous, transitional. Repeated question ആണിത്. ഇത് പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കുന്നതാണ്. അത് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് പോയാൽ ഒരു നമ്മൾ പഠിച്ചു വെച്ചിട്ട് പോകണം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ടിഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ സെൽ ആൻഡ് ടിഷ്യൂല് ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞു. ഓക്കെ, സി ഡി സിയും ഡിയും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സോ ഡി. അപ്പം അവിടെ എഴുതി ഒരു ബോക്സിൽ എഴുതി, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ മേലെ ഒരു ബോക്സിൽ എഴുതി വെക്കുക, ട്രാൻസിഷണൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് യൂറിനറി ബ്ലാഡറിനെ ലൈൻ ചെയ്തിരിക്കുന്നത്. അത് അവിടെ എഴുതി വെക്കുക. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എഴുതി വെക്കുന്നുണ്ടോ? ഈ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന പോയിന്റ് ഒക്കെ എഴുതി വെക്കുന്നുണ്ടോ? ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇപ്പൊ പ്രീവിയസ് പേപ്പർ ഒക്കെ നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നമ്മുടെ ബ്രൗൺ എന്താ പറയുന്നത് ഈ അഡിപ്പോസ് ടിഷ്യൂ. ഓക്കെ, അതൊന്ന് അവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി. അഡിപ്പോസ് ടിഷ്യൂ ഒരു നമുക്കറിയാം നമ്മുടെ ഏരിയ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് അല്ലെ, ഒരു ടൈപ്പാണ്. അത് നമ്മുടെ ബോഡീനെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. അപ്പൊ ഈ അഡിപ്പോസ് ടിഷ്യൂല് രണ്ടെണ്ണം വരുന്നുണ്ട്. വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട്, ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട്. അപ്പൊ അവിടെ ഫ്രീക്വന്റ്ലി ചോദിക്കുന്നതാണ് ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ. എവിടെയാണ്, ആരിലാണ്? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ന്യൂ ബോൺ. അവിടെ എഴുതി വെക്കുക. ന്യൂ ബോണിൽ കാണുന്നത് ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ ആണ്. വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ ഈസ് സീൻ ഇൻ അഡൾട്ട്. ഓക്കെ, പിന്നെ ഈ വെൻ കം ടു ലിഗമെന്റ്സ് അറിയാം, നമുക്ക് കണക്റ്റീവ് ടിഷ്യൂസിനെ നമ്മൾ മൂന്നായിട്ടാണ് തിരിഞ്ഞത്. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിലേക്ക് പോകുന്നില്ല. ഫൈബറസ് കണക്റ്റീവ് ടിഷ്യൂ, സ്കെലിറ്റൽ കണക്റ്റീവ് ടിഷ്യൂ, അങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പം ഈ കണക്റ്റീവ് ടിഷ്യൂല് നമ്മളുടെ ഫൈബറസ് കണക്റ്റീവ് ടിഷ്യൂലാണ് അഡിപ്പോസ് ടിഷ്യൂ, ലിഗമെന്റ്, ടെൻഷൻ വരുന്നത്. അതിൽ അഡിപ്പോസ് ടിഷ്യൂ ഞാൻ പറഞ്ഞു, വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ, ബ്രൗൺ ഉണ്ട്. അപ്പൊ വൈറ്റ് അഡൽട്ടില്, ബ്രൗൺ ന്യൂ ബോണിൽ. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒന്നാ. അതുപോലെ വെൻ കം ടു ലിഗമെന്റ്, ലിഗമെന്റിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ടു കണക്ട് ദ ബോൺ ടു ബോൺ കണക്ഷൻ ചെയ്യുന്നതാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ഓക്കെ, അതിൽ ഒന്നെന്ന് പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് ലിഗമെന്റ് ഓഫ് ഹ്യൂമൻ ബോഡി. എനി ഐഡിയ? സ്ട്രോങ്ങസ്റ്റ് ലിഗമെന്റ്, സ്ട്രോങ്ങസ്റ്റ് ലിഗമെന്റ് ഓഫ് ഹ്യൂമൻ ബോഡി. Any idea, any answers? Strongest ligament, the most strongest ligament of the body. Achilles അല്ല, പ്രോബ്ലം. ഓക്കെ, സ്ട്രോങ്ങസ്റ്റ് ലിഗമെന്റ് എന്ന് നമ്മൾ പറയുന്നത് ദാറ്റ് ഇസ് ഇലിയോ ഫിമറൽ ലിഗമെന്റ് ആണ്. ഇലിയോ ഫിമറൽ ലിഗമെന്റ്. ഓക്കെ, നമ്മുടെ ഹിപ്പ് ജോയിന്റ് ടു ഫീമറിനെ ഹിപ്പിനെ കണക്ട് ചെയ്യുന്നതാണ്. സ്ട്രോങ്ങസ്റ്റ് ജോയിന്റ് ഇലിയോ ഫിമറൽ ആണ്. പിന്നെ കോമൺ ആയിട്ട് ചോദിക്കാം ദാറ്റ് ഇസ് ഇഞ്ചറി ടു ലിഗമെന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പ്രെയിൻ. ഇഞ്ചറി ടു ലിഗമെന്റ് ഇസ് സ്പ്രെയിൻ. ഓക്കെ, പിന്നെ ടെൻഡൻ ഞാൻ പറഞ്ഞു അടുത്ത ഫൈബറസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ് ടെൻഡൻ. ടെൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺ ടു മസിൽ കണക്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്, ബേസിക്. പക്ഷെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചിലപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് ക്ലാരിറ്റിയിൽ ഓർത്ത് വെക്കുക. ടെൻഡൻ എന്ന് പറഞ്ഞാൽ ജോയിന്റ് ബോൺ ടു മസിൽ ആണ്. അപ്പം അവിടെ സ്ട്രോങ്ങസ്റ്റ് ടെൻഷൻ ദാറ്റ് ഈസ് അക്കിലിസ് ടെൻഡൻ. ഓക്കെ, അപ്പൊ അതാരോ നേരത്തെ പറഞ്ഞു, ആരാണ് അക്കിലിസ് പറഞ്ഞ? ആര്യയുടെ ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ ഇത് ടെൻഡൻ ആണ്. സ്ട്രോങ്ങസ്റ്റ് ലിഗമെന്റ് ഈസ് ഇലിയോ ഫിമറൽ ലിഗമെന്റ്. തെറ്റിക്കരുത്, ഓർത്ത് വെക്കുക, എഴുതി വെക്കുക. സ്ട്രോങ്ങസ്റ്റ് ടെൻഡൻ എന്ന് പറയുന്നതാണ് ദാറ്റ് ഇസ് അക്കിലിസ്, അല്ലെങ്കിൽ നമ്മൾ ഹീൽ കോഡ് ടെൻഡൻ എന്ന് പറയും. ഹീൽ കോഡ് ടെൻഡൻ, കാൽക്കേനിയൽ ടെൻഡൻ,
കാൽക്കേനിയൽ ടെൻഡൻ എന്നൊക്കെ നമ്മൾ പറയും, നമ്മുടെ കാലിനടിയിലെ ഉപ്പുറ്റി അവിടെ വരുന്നത്. ഓക്കെ, ദെൻ ഇഞ്ചറി ടു ടെൻഡൻ എന്താ പറയുന്നത്? സ്ട്രെയിൻ, STRAIN, സ്ട്രെയിൻ. ക്ലിയർ? പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു കണക്റ്റീവ് ടിഷ്യൂസിൽ നമ്മൾ 3 ടൈപ്പ് ആയിട്ട് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂവിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫൈബറസ് കണക്റ്റീവ് ടിഷ്യൂ, അതിലാണ് അഡിപ്പോസ്, ലിഗമെന്റ്, ടെൻഡൻ. ഇനി സ്കെലിറ്റൽ കണക്റ്റീവ് ടിഷ്യൂസിൽ അതിൽ നമ്മൾ ഈ ഇതിലാണ് നമ്മുടെ ബോണും കാർട്ടിലേജും ഒക്കെ വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഈ ടേം 3 ഇമ്പോർട്ടന്റ് ആണ്. ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓസ്റ്റിയോക്ലാസ്റ്റ്, ഓസ്റ്റിയോക്ലാസ്റ്റ്, CLAST, ഓസ്റ്റിയോക്ലാസ്റ്റ്, കോൺട്രോബ്ലാസ്റ്റ്, CHONDRO, കോൺട്രോബ്ലാസ്റ്റ്. കോൺട്രോബ്ലാസ്റ്റ്, ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് വിൽ ഫോമിങ് ദ ബോൺ സെൽസ്, അല്ലെ? ബോൺ ഫോമിങ് സെൽസ് ആണ് ഓസ്റ്റിയോബ്ലാസ്റ്റ്. ബ്ലാസ്റ്റ് പൊട്ടിത്തെറിച്ചിട്ട് പുതിയത് ഉണ്ടാവുന്നു, ബ്ലാസ്റ്റ്, ദാറ്റ് ഈസ് ഫോമിങ് ന്യൂ സെല്ല്. ദെൻ ക്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, ബോൺ ഡിസ്ട്രക്റ്റിംഗ് സെൽസ് ആണ് ക്ലാസ്റ്റ്. ആൻഡ് കോൺട്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജ് ഫോമിംഗ് സെൽസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുകയാണ്. ഇപ്പൊ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ബോൺ ഫോമിംഗ് സെൽസാ. കോൺട്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് കാർട്ടിലേജ് ഫോമിംഗ് ആണ്. ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്നത് ബോൺ ഡിസ്ട്രക്റ്റീവ് സെൽസ് ആണ്. അപ്പൊ അത് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ് നമ്മുടെ ബ്ലഡും പ്ലാസ്മയും ലിംഫും. അത് രണ്ടും ഓർത്ത് വെക്കുക, ബ്ലഡ്, പ്ലാസ്മ, ലിംഫ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഈ നമ്മുടെ എന്താ പറയുന്നത്, ഈ ഒരു നെർവസ് സിസ്റ്റം, സോറി, നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ എന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ്. പക്ഷെ അത്രയൊന്നും പോയില്ലേലും ഓരോന്നും നിങ്ങൾ എവിടെയാണ് ഇപ്പം സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഇപ്പൊ കെരാറ്റിനൈസ്ഡ് എപ്പിത്തീലിയംസ് ആണെങ്കിൽ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയാണ്, സ്കിന്ന്, ഹെയർ. ഇപ്പൊ ഇതുപോലെ ഇതിന്റെ ലൊക്കേഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്ക്വാമസ് എപ്പിത്തീലിയം അത് കാണുന്നത് നമ്മുടെ എവിടെയാണ്? ബ്ലഡ്, ആൽവിയോൾ, ബ്ലഡ് വെസൽസ്, ലിംഫ്, ആൽവിയോളി ഓഫ് ലങ്സിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. ക്യൂബോയിഡൽ ആണെങ്കിൽ കിഡ്നിയിൽ കാണാൻ പറ്റും. കൊളുമിനാർ ആണെങ്കിൽ കോളം ഷേപ്പ്ഡ് ആണ്. അത് മെയിൻ ആയിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്ട്, സ്കിന്ന്. അപ്പൊ ഈ രീതിയിൽ അതിന്റെ ലൊക്കേഷനും കൂടി ഒന്ന് നോക്കി പോവാ. ക്ലിയർ? വിച്ച് ഹോർമോൺ ഈസ് എസെൻഷ്യൽ ഫോർ മിൽക്ക് പ്രൊഡക്ഷൻ? വെരി സിമ്പിൾ, പറഞ്ഞോ. വിച്ച് ഹോർമോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ മിൽക്ക് പ്രൊഡക്ഷൻ? തൈറോയിഡ്, ആന്റി ഡയറോട്ടിക് ഹോർമോൺ, ഓക്സിറ്റോസിൻ, പ്രൊലാക്റ്റിൻ. പറഞ്ഞു ആൻസേഴ്സ്. ഓക്കെ, ബി, ബി, ഡി, 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 ഡി. ഓക്കെ, അവിടെ ഒരു കൺഫ്യൂഷന്റെ കാര്യമില്ല. സോ ഡി ആണ് അല്ലേ, പ്രൊലാക്റ്റിൻ. സോ ഇറ്റ് ഇസ് സെക്രീറ്റഡ് ബൈ ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഓക്കെ, പിന്നെ ഈ പിറ്റ്യൂട്ടറി, ആന്റീരിയർ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്നത്, അതായത് എൻഡോക്രൈൻ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. റിലീസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ പേരൊക്കെ ഒന്ന് ജസ്റ്റ്, അതായത് ഹോർമോൺ സോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓരോന്നും ഇപ്പം നമ്മുടെ പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോസിൻ, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ. ഇപ്പൊ പിന്നെ അതുപോലെ കോമൺ ആയിട്ട് ചോദിക്കുന്ന HCG ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ സിൻസീഷ്യോ ട്രോപ്പോബ്ലാസ്റ്റ് ആണ്. HPL-ഉം ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജനും സിൻസീഷ്യോ ട്രോപ്പോബ്ലാസ്റ്റ് ആണ് റിലീസ് ചെയ്യുന്നത്. പ്രൊലാക്റ്റിൻ ആന്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെ ലാക്ടോട്രോപ്സ് ആണ് പ്രിപ്പയർ മീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓരോന്നും അതിന്റെ ഇമ്പോർട്ടൻസും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. Which of the following is not a function of insulin? Decrease glyconeolysis, gluconeogenesis, lipogenesis, glycogenesis. Which of the following is not a function of insulin? പറഞ്ഞോ.
The answers നോക്കാം. Okay, B. Anyway, B ആണ് majority answers. So B, that is gluconeogenesis. അവിടെ ആ ടേമുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക അറിയില്ലെങ്കിൽ. ഗ്ലൈക്കോ എന്താണ് ഗ്ലൈക്കോജീനോ പോയിന്റ് ആ ഗ്ലൈക്കോജീനോലൈസിസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഗ്ലൈക്കോജീനോലൈസിസ്. ഗ്ലൈക്കോജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്. ഓക്കെ, നമുക്ക് ഇമ്മീഡിയറ്റ് എനർജിക്ക് വേണ്ടിയിട്ടാണ് ഒരു പോയിന്റ് ഇട്ട് എഴുതി വെക്കണേ. ഇമ്മീഡിയറ്റ് എനർജിക്ക് വേണ്ടിയിട്ടാണ് ഗ്ലൈക്കോനിയോലൈസിസ്, ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്, ഇമ്മീഡിയറ്റ് എനർജി. ഓക്കെ, അപ്പൊ ഇവിടെ ലിവറിലാണ് നടക്കുന്നത്, മസിൽസിൽ, ഈ രണ്ട് സ്ഥലത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ടും ഗ്ലൈക്കോജീനോലൈസിസിന് വേണ്ട രണ്ട് ഹോർമോൺസ്, ഒന്ന് ഗ്ലൂക്കഗോണും ഒന്ന് എപ്പിനെഫ്രിൻ, ഈ രണ്ടെണ്ണാണ് അവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പം ദെൻ വരുന്നതാണ് ഗ്ലൂക്കോനിയോജെനിസിസ്, ഫോർമേഷൻ ഓഫ് ന്യൂ ഗ്ലൂക്കോസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇപ്പം നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സിൽ നിന്ന്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന നിയോജെനിസിസ്, പുതിയ ഗ്ലൂക്കോസ് ഉണ്ട്. ലൈസിസ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഡൗൺ, ജെനിസിസ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നു. ഇപ്പൊ ന്യൂ ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ് അല്ലെങ്കിൽ നമ്മുടെ ലാക്ടേറ്റ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് സോഴ്സിൽ, നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സിൽ നിന്ന് ഉണ്ടാവുന്നു. ഇപ്പൊ ഇത് നടക്കുന്നത് നമ്മുടെ കിഡ്നിയിൽ, ഇപ്പൊ പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ലിവറിലും മേ ഹാപ്പൻ. പിന്നെ ഗ്ലൂക്കോഗോൺ, കോർട്ടിസോൾ, ഗ്രോത്ത് ഹോർമോൺ, അപ്പൊ ഇതൊക്കെ അതിനകത്ത് മെയിൻ ആയിട്ട് അതിന്റെ ആക്ഷൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഇൻഹിബിറ്റ് ദ ഗ്ലൂക്കോനിയോജെനിസിസ്, നമ്മളത് എടുത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ലിപ്പോജെനിസിസ്. ലിപ്പോജെനിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഫോർമേഷൻ ഓഫ് ഫാറ്റ്, ജെനിസിസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷനാണ് ഫാറ്റ് അല്ലെ ട്രൈഗ്ലിസറൈഡ്സ് ഫ്രം ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഓർ എനി അതർ സബ്സ്ട്രേറ്റ് എന്ന് ഉണ്ടാവുന്നു. അപ്പൊ നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂ, ലിവറിലൊക്കെയാണ്. അപ്പൊ ഇവിടെ ഈ ലിപ്പോജെനിസിന്റെ മെയിൻ സ്റ്റിമുലേറ്റർ എന്ന് പറയുന്ന ഇൻസുലിനാ. ഇൻ കോൺട്രാസ്റ്റ് അത് അവിടെ എഴുതി വെക്കാം. ഓക്കെ, ഗ്ലൈക്കോ നിയോജെനിസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്നെങ്കിൽ ലിപ്പോജെനിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത വരുന്നതാണ് ഗ്ലൈക്കോജെനിസിസ്. ഗ്ലൈക്കോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോജൻ ഫ്രം ഗ്ലൂക്കോസ് ആണ്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു ബ്ലഡില്, അത് നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, സ്കെലിറ്റൽ മസിൽസിൽ ആസ് എൻ എനർജി റിസർവർ ആയിട്ട് വെക്കുന്നു. അപ്പൊ ഇവിടെ നമ്മളുടെ ഇൻസുലിൻ ആണ് ഈ ഗ്ലൈക്കോജെനിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ എ ഹെവി മീൽ. ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് മധുരമുള്ള കാർബോഹൈഡ്രേറ്റ് റിച്ച് മീൽ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഇൻസുലിൻ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഗ്ലൈക്കോജെനിസിന് എയ്ഡ് ചെയ്യും. പിന്നെ ഗ്ലൂക്കഗോണും എപ്പിനെഫ്രിനും ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കാം. അതിങ്ങനെ ഫസ്റ്റ് ടൈം എല്ലാം കൂടി കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾ അതിനെ ഒന്ന് എഴുതി വെച്ച് ഒന്ന് 2 സെക്കൻഡ് ഒന്ന് വായിച്ചൊന്ന് ഓർഗനൈസ് ചെയ്താൽ ഫൈൻ. പിന്നെ സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പ്രോസ്റ്റേറ്റ്, സെമിനിഫറസ് ട്യൂബ്യൂൾസ്, എപ്പിഡിഡമിസ്, പെനിസ്. വേഗം പറഞ്ഞു. സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പറഞ്ഞോ, നിങ്ങളുടെ ആൻസേഴ്സ് പറഞ്ഞോ. ഓക്കെ, ബി 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 ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് ഡൗട്ടിന്റെ കാര്യമൊന്നുമില്ല. ബി ആണ്. സ്പെർമാറ്റോജെനിസിസ് ഒക്കേഴ്സ് ഇൻ ദ സെമിനിഫറസ് ട്യൂബിൾസ് ഓഫ് ദ ടെസ്റ്റിസ്. പിന്നെ ഈ സ്പേമിന്റെ അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് ഡിസോർഡേഴ്സ് ഓഫ് സ്പേം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒലിഗോസ്പെർമിയ നമുക്കറിയാം, ലോ സ്പേം കൗണ്ട് ആണ്, ലെസ് ദാൻ 15 മില്യൺ സ്പേം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു നമ്മുടെ ഈ WHO ക്രൈറ്റീരിയ. അപ്പൊ ഒലിഗോസ്പേമിയ, പിന്നെ അതുപോലെ തന്നെ വരുന്ന ചോദിക്കുന്നതാണ് അസൂസ്പേമിയ, AZOO, അസൂസ്പേമിയയില് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് സ്പേം. ഓക്കെ, അതാണ് അസൂസ്പേമിയയില്. പിന്നെ അസ്തെനോസൂസ്പേമിയ, ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അസ്തെനോസൂസ്പേമിയ അപ്പൊ അതില് സ്പേം മോട്ടിലിറ്റി കുറയും. ഓക്കെ, ആബ്സെൻസ് ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് സ്പേം അസൂസ്പെർമിയ. അസ്തെനോസൂസ്പെർമിയ ദാറ്റ് ഇസ് റെഡ്യൂസ്ഡ് സ്പേം മോട്ടിലിറ്റി ആണ്. പിന്നെ വരുന്നതാണ് ടെറാട്ടോസൂസ്പെർമിയ. TERA, ടെറാട്ടോസൂസ്പെർമിയ. ടെറാട്ടോസൂസ്പെർമിയ. അപ്പൊ അതില്
അബ്നോർമലി ഷേപ്ഡ് സ്പേം ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ഈ ജനറ്റിക് ഡിഫക്റ്റ് കൊണ്ടോ പുവർ മോർഫോളജിയാണ് അവിടെ വരുന്നത്. പിന്നെ നെക്രോസൂസ്പെർമിയ, NECRO, നെക്രോസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ സ്പേം കൗണ്ടില് ഹൈ പെർസെൻറ്റേജ് ഓഫ് ഡെഡ് സ്പേംസ് അല്ലെങ്കിൽ നോൺ വയബിൾ സ്പേംസ് ഇൻ സെമൻ. ഓക്കെ, നോൺ വയബിൾ സ്പേംസ് ഇൻ സെമൻ ആണ് നെക്രോസൂസ്പെർമിയ. പിന്നെ അസ്പെർമിയ, അസ്പെർമിയ ഒരു ടേബിൾ ആക്കി പഠിക്കുക കേട്ടോ. പ്രിപ്പയർ എ ടേബിൾ. അസ്പെർമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെർമിയയിൽ വരുന്നത് നോ സെമൻ, ഇജാക്കുലേഷനിൽ ദർ ഇസ് നോ സെമൻ. പിന്നെ വരുന്നതാണ് ഹൈപ്പോസ്പെർമിയ ഓർ ഹൈപ്പർസ്പെർമിയ. അത് ഒന്നെങ്കിൽ ഇൻക്രീസ്ഡ് സ്പെർം ഇൻ സെമൻ ആവാം അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ആവാം. ഓക്കെ, പിന്നെ ഹൈപ്പർ വിസ്കോസിറ്റി സിൻഡ്രം, ദാറ്റ് യു ഹാവ് ടു നോട്ട് ഡൗൺ. ഹൈപ്പർ വിസ്കോസിറ്റി സിൻഡ്രോം. അപ്പൊ അതിലൊന്നുമില്ല, ഈ ആഫ്റ്റർ ഇജാക്കുലേഷൻ ഓർ ഇൻ ഇജാക്കുലേഷൻ സോ ദ സെമൻ റിമൈൻസ് അബ്നോർമലി തിക്ക്, ഭയങ്കര തിക്നെസ് കൂടുതലായിരിക്കും. അത് ഈ റെഡ്യൂസ്ഡ് സ്പേം മോട്ടിലിറ്റി കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. സോ ദാറ്റ് സിൻഡ്രോം ഈസ് നോൺ ആസ് ഹൈപ്പർ വിസ്കോസിറ്റി സിൻഡ്രോം. ഇത് കോമൺ ആയിട്ട് നമ്മുടെ ഈ പ്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ സെമിനൽ വെസിക്കൽ ഡിസ്ഫങ്ഷൻ ഡിസോർഡറിൽ ഉള്ളവരിലാണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് പോവാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് which structure of the eye helps in changing the thickness of the lenses? Sclera, cornea, ciliary body, iris. Right. So which structure of the eyes helps in changing the thickness of lens? Okay. Okay, C. Okay, അവിടെ C ആണ് majority answer വരുന്നത്. So the answer that is okay, C. Ciliary body. അപ്പൊ ഐ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സെൻസ് ഓർഗൻസ് ഒക്കെ ഐ, ഇയർ, നോസ്, സ്കിൻ. അപ്പൊ അതിൽ എപ്പോഴും കൂടുതൽ ചോദിക്കുന്നത് ഐസും സ്കിന്നും ആണ്. ബാക്കി ചോദിക്കില്ല എന്നല്ല, ദേ ക്യാൻ ആസ്ക്. പക്ഷെ എന്നാൽ പോലും ഞാൻ ചോദിച്ച് കണ്ടത് വെച്ച് പറഞ്ഞതാണ്. മറ്റുള്ളതും കൂടെ നിങ്ങൾ നോക്കാതെ പോവരുത്. പിന്നെ അതുപോലെ തന്നെ ഈ ഐസിൽ എപ്പോഴും ചോദിക്കുന്നതാണ് റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. ഓക്കെ, കോൺ സെൽസ് എന്ന് പറയുമ്പോൾ സെൻട്രൽ വിഷൻ, കളർ വിഷൻ. ഓക്കെ, സെൻട്രൽ വിഷൻ, കളർ വിഷൻ, നൈറ്റ് വിഷൻ. ദിസ് ഇസ് റെസ്പോൺസിബിൾ ബൈ കോൺ സെൽസും. നമ്മുടെ റെറ്റിനയ്ക്കകത്താണ് ഈ കോൺ സെൽസും റോഡ് സെൽസും ഉണ്ടാവുന്നത്. പിന്നെ ചോദിക്കാം ഇന്നർമോസ്റ്റ് ലെയർ അല്ലെങ്കിൽ ഇന്നർമോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ഐസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് റെറ്റിന. ഒന്നാമത്തേത് അവിടെ നോട്ട് ഡൗൺ ചെയ്യാം. പിന്നെ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ് റോഡ് സെൽസും കോൺ സെൽസും. കോൺസ് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ സെൻട്രൽ വിഷൻ, കളർ വിഷൻ, നൈറ്റ് വിഷൻ. ക്ലിയർ. സോ ദിസ് ഇസ് ആക്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇൻ ബ്രൈറ്റ് ലൈറ്റിൽ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യും. ഇനി റോഡ് സെൽസ് എന്ന് പറഞ്ഞാൽ പെരിഫറൽ വിഷൻ ആണ്. സോ ഡിം ലൈറ്റിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മുടെ എന്താണ്, ഈ റോഡ് സെൽസ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പം ഒറ്റ പോയിന്റ് മാത്രം ജസ്റ്റ് നിങ്ങൾ അറിയുക, നമ്മുടെ ഐ ഈസ് ഡിവൈഡഡ്. നമ്മൾ 3 രീതിയിലാണ് ലേയേഴ്സ് ഓഫ് ഐ പറയുന്നത്. അതൊന്ന് എഴുതി വെച്ചാൽ തന്നെ നമുക്ക് 1-2 ആൻസേഴ്സ് കിട്ടും. എക്സ്റ്റേണലി ആണ് നമ്മുടെ സ്ക്ലീറ, കോർണിയ വരുന്നത്. നമ്മുടെ മിഡിൽ ലെയറിലാണ് നമ്മുടെ യുവിഎൽ ട്രാക്ട്, യുവിഎൽ ട്രാക്ട് വരുന്നത്. ഇന്നർ ലെയർ ദാറ്റ് ഈസ് റെറ്റിന. റെറ്റിനയ്ക്ക് അകത്താണ് റോഡ് സെല്ലും കോൺ സെല്ലും ഉള്ളത്. ക്ലിയർ. നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ദാറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The second heart sound, dup, is heard due to opening of the aortic and pulmonary valve, closing of the aortic and pulmonary valve, closing of the mitral and tricuspid valve, opening of the mitral and tricuspid. ഇവിടെ നിങ്ങൾ ഈ ഹാർട്ട് സൗണ്ട്സ്, നോർമൽ ഹാർട്ട് സൗണ്ട്സ്, അബ്നോർമൽ, നോർമൽ ബ്രെത്ത് സൗണ്ട്സ്, അബ്നോർമൽ, പിന്നെ നമ്മുടെ പെരിസ്റ്റാൾട്ടിക് റേറ്റ്സ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ട് നോക്കിയിട്ട് പോവുക. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റിഫ്ലെക്സസ്. ഓക്കെ, ദെൻ ആൻസേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞത്? സി, ECGയുടെ നമ്മള് പിന്നെ പാഡ്സ് പ്ലേസ് ചെയ്യുന്ന സൈഡ്സ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ബി ആണ്. ഓക്കെ, സോ ക്ലോസിംഗ് ഓഫ് ദ അയോട്ടിക് ആൻഡ് പൾമോണിക്. ഇത് അവിടെ ജസ്റ്റ് ഞാൻ നോർമൽ ഹാർട്ട് സൗണ്ട്സ്. സോ S1 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് അറ്റ് ദ സിസ്റ്റോളിലാണ്. ക്ലോഷർ ഓഫ് മിട്രൽ ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് ആണ്. സോ വി ക്യാൻ ഹിയർ ബെസ്റ്റ് ഹേർഡ് അറ്റ് അപ്പെക്സ്, നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും.
ദെൻ S2 ദാറ്റ് ഇസ് ഡബ്, ഡബ് അത് നമ്മുടെ സ്റ്റാർട്ട് ഓഫ് ഡയസ്റ്റോളിലാണ് കേൾക്കുന്നത്, ക്ലോഷർ ഓഫ് അയോട്ടിക് ആൻഡ് പൾമോണിക് വാൽവ്. ഓക്കെ, അപ്പൊ അത് ബെസ്റ്റ് നമ്മുടെ അയോട്ടിക് പൾമോണിക് ഏരിയയിൽ കുറച്ചും കൂടി കാണാം. S3 എന്ന് പറയുമ്പോൾ ഏർലി ഡയസ്റ്റോൾ, റാപ്പിഡ് വെൻട്രിക്കുലർ ഫില്ലിങ്ങിലാണ്, അപ്പെക്സിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ചിൽഡ്രൻ, അത്ലറ്റ്സ്, ഇപ്പം അഡൾട്ട് വിത്ത് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ അങ്ങനെയൊക്കെയുള്ള കേസിലാണ് നമുക്കത് കുറച്ചും കൂടി കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ S4 എന്ന് പറയുന്നത് ലേറ്റ് ഡയസ്റ്റോൾ, അല്ലെങ്കിൽ നമുക്ക് ഈ S4 നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഏട്രിയൽ കൺട്രാക്ഷൻ വിച്ച് ഇസ് ഫോഴ്സിങ് ബ്ലഡ് ഇൻ ടു ദ വെൻട്രിക്കിൾസ്, ആ സമയത്താണ് നമുക്ക് S4 കേൾക്കുന്നത്. അപ്പൊ ഇത് അപെക്സിലാണ് നമ്മൾ കേൾക്കുന്നത്, കൂടുതലായിട്ടും ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയിലാണ്. അപ്പൊ അവിടെ ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഫിസിയോളജിക്കൽ വേരിയേഷൻസ്, S1 S2 അതുപോലെ തന്നെ അബ്നോർമൽ S2 സ്പ്ലിറ്റിങ്, മർമേഴ്സ് കോമൺ ആയിട്ട് ചോദിക്കും. സിസ്റ്റോളിക് മർമർ, ഡയസ്റ്റോളിക് മർമർ, കണ്ടിന്യൂസ് മർമർ, ഇതൊക്കെ കേൾക്കുന്നത് ഏത് കണ്ടീഷനിലാണ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അയോട്ടിക് അല്ല മിട്രൽ സ്റ്റീനോസിസും, അപ്പൊ അവിടെ മിഡ് ഡയസ്റ്റോളിക് മർമർ, അപ്പൊ ചിലപ്പോൾ ചോദിക്കാം മിഡ് ഡയസ്റ്റോളിക് മർമർ സീൻ ഇൻ വിച്ച് കണ്ടീഷൻ. അപ്പൊ ആ രീതിയിൽ ഞാൻ ആ ടേബിൾസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയാൽ കുറച്ചൊരു ഐഡിയ കിട്ടും. ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, ഒന്ന് നോക്കുക. Then the next question, that is the organism responsible for filaria, that is Entamoeba histolytica, then Anopheles mosquitoes, Wucheria bancroft, then Taenia sajate. അത് നമുക്ക് വേഗം കിട്ടുന്നതാണ്. ഇതുപോലെ ഒന്നെങ്കിലും മോസ്കിറ്റോ സ്പ്രെഡ് ഡിസീസ് ഏതെങ്കിലും ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഓർഗാനിസം ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. Then anyway answers C ആണ് majority answer. Okay, so the answer that is C. Okay, so which area? Bancroft. The next is the polio virus enters the body by ingestion, sexual contact, inoculation, all of the above. ഇതുപോലെ പോളി ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ തന്നെ വാക്സിനേഷൻ, റിവൈസ്ഡ് ഇന്ത്യൻ വാക്സിനേഷൻ സ്കെഡ്യൂള് നോക്കിയിട്ട് തന്നെ പോവുക. ഓക്കെ, അപ്പം ഓക്കെ, ദെൻ എ ആണ് നമ്മുടെ മെജോറിറ്റി ആൻസർ. ഏതാണ് ആൻസർ നോക്കാം. എൻ്റെ ഈ പോയിന്റർ സ്റ്റക്ക് ആയിട്ടാവുള്ളൂ, അപ്പൊ എനിക്ക് കറക്റ്റ് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതാണ് ഈ അവിടെ എവിടെയൊക്കെ വര വരുന്നത്. എ, സോ ദാറ്റ് ഇസ് ആൻസർ എന്ന് പറയുന്നത് എ, ഇഞ്ചക്ഷൻ ഓറോഫിക്കൽ റൂട്ടിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് complete destruction of all microorganism affected by the use of antiseptic, sterilant, disinfectant, detergent. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതിൽ ചിലപ്പോൾ എക്യുപ്മെന്റിന്റെ പേര് തന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ തന്ന് ഏത് ഡിസിൻഫെക്ഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള സൊല്യൂഷന്റെ പേരുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, പറഞ്ഞു, ആൻസേഴ്സ് പറഞ്ഞു വേഗം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി നോക്കിക്കേ ഗോപിക. So complete destruction of all microorganism is affected by the use of, അത് കുറച്ചും കൂടി ഒന്നൊരു എന്താ പറയാ, നിങ്ങള് എപ്പോഴും ഓർക്കുക സ്റ്റെറിലിയന്റ് ആണ്. ഓക്കെ, സോ ഇൻ സ്റ്റെറിലിയന്റ് വിച്ച് വിൽ സ്റ്റെറിലിയന്റ്, എഥനൈൽ ഓക്സൈഡ് ഗ്യാസ്, ഓട്ടോക്ലേവിംഗ്, അപ്പൊ ഇതൊക്കെ ഡിസ്ട്രോയ് ഓൾ ഫോംസ് ഓഫ് മൈക്രോബിയൽ ലൈഫ് ഇൻക്ലൂഡിംഗ് സ്പോർസ്. ഡിസിൻഫെക്റ്റന്റ് റെഡ്യൂസ് മൈക്രോബിയൽ ലോഡ് ബട്ട് ഡു നോട്ട് റെഡ്ലി കിൽ ദ സ്പോർസ്. അപ്പൊ അവിടെ സ്പോർ കാണാത്തോണ്ടാവാം നിങ്ങൾ സിയിലേക്ക് പോയത്, പക്ഷെ ഓർക്ക് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇൻക്ലൂഡിംഗ് ദ സ്പോർസ്. അപ്പൊ ആ രീതിയിൽ ഒന്ന് ചിന്തിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ഇൻ ദ ഫോളോയിങ് വിച്ച് ഈസ് ദ ഗ്രാം പോസിറ്റീവ് ബാസിലെ? കോർണിയം bacterium, then Proteus, Pseudomonas, E. coli. So common which is the gram positive bacilli. ഇപ്പൊ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാസിലേസിന്റെ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, കാരണം അത് പോസിറ്റീവ് നെഗറ്റീവ് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. സോ ദ ആൻസർ ദാറ്റ് ഇസ് എ ആണ് മെജോറിറ്റി ആൻസർ. നോക്കാം. സോ ദ ആൻസർ ഇസ് എ. A is a corneum bacterium is a gram positive and non-spore forming bacilli ആണ്. Okay, gram. Then endoscopy sterilized by ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഓട്ടോക്ലേവിംഗ്, UV റേസ്, 2% ഫിനോൾ, 2% ഗ്ലൂട്രാൽഡിഹൈഡ്. പറഞ്ഞു നമ്മുടെ endoscopy sterilized by D. Very good. That is ഹീറ്റ് സെൻസിറ്റീവ് ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് വി കനോട്ട് ഓട്ടോക്ലേവ്. പിന്നെ ഹൈ ലെവൽ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ എക്യുപ്മെന്റ്സ് ഹൈ ലെവൽ ഡിസിൻഫെക്ഷൻ ബൈ യൂസിങ് 2% ഗ്ലൂട്രാൽഡിഹൈഡ് ആണെന്ന് ഓർക്കുക. സോ
ടു ഡിസ്ട്രോയ് ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, സ്പോർ വിത്തൗട്ട് ഡാമേജിങ് ദ എക്യുപ്മെന്റ്. അപ്പോൾ ഓർക്കുക, ഹൈ ലെവൽ എക്യുപ്മെന്റ്സ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ബൈ യൂസിങ് ദിസ് എന്ത് glutaraldehyde 2%. Then Smith test is used to detect bile pigment, acetone, bile salt, albumin. ഒരാളുടെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ യൂറിനാലിസിസ്. അതിന്റെ ടെസ്റ്റുകളുടെ പേര് പറഞ്ഞോ, ഏതാണ്? സി എ എ ഓക്കെ, എം ബി എം സി ഒക്കെ അതിന്റെ ആൻസർ വരുന്നുണ്ട്. സോ ദ ആൻസർ ദാറ്റ് ഇസ് എ. ഓക്കെ, അതവിടെ സ്മിത്ത് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബൈൽ പിഗ്മെന്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു ടെസ്റ്റ് ആണ്. അപ്പൊ അവിടെ പിന്നെ നമ്മുടെ ബെനഡിക്ട് ടെസ്റ്റ് അവിടെ നോട്ട് ഡൗൺ ചെയ്ത ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ഷുഗർ ഇൻ യൂറിൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. റൊത്തേറ ടെസ്റ്റ് ROTHERAS റൊത്തേറാസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കീറ്റോൺ ബോഡീസും അസറ്റോൺ ഓർ കീറ്റോൺ അവിടെ എഴുതി വെക്കണേ. അസറ്റോൺ ഓർ കീറ്റോൺ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഹെയ്സ് ടെസ്റ്റ് HEYS ഹെയ്സ് ടെസ്റ്റ്. ബൈൽ സാൾട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ബൈൽ സാൾട്ട്. പിന്നെ സ്മിത്ത് ടെസ്റ്റ് ദാറ്റ് ഇസ് ബൈൽ പിഗ്മെന്റ്. സ്മിത്ത് ടെസ്റ്റ് ബൈൽ പിഗ്മെന്റ് ചെക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഹോട്ട് ടെസ്റ്റ് അത് നമ്മുടെ ആൽബുമിൻ യൂറിൻ ആൽബുമിൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. കോൾഡ് ടെസ്റ്റും നമ്മൾ യൂറിൻ ആൽബുമിൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഹോട്ട് ടെസ്റ്റ് രണ്ടും എഴുതുക. യൂറിൻ ആൽബുമിൻ എഴുതിയിട്ട് നിങ്ങൾ രണ്ട് ഹൈഫണേറ്റ് ചെയ്തിട്ട് ഒന്നില്ല ഹോട്ട് ടെസ്റ്റ് അത് ബൈ യൂസിങ് എന്താണ് നമ്മൾ അസറ്റിക് ആസിഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ കോൾഡ് ടെസ്റ്റ് സെയിം യൂറിൻ ആൽബുമിൻ തന്നെ ബട്ട് യൂസിങ് നൈട്രിക് ആസിഡ് ആണ്. ഓട്ടെ, പിന്നെ അതുപോലെ നമ്മൾ ഫൗച്ചേഴ്സ് ടെസ്റ്റ് FO നമ്മളത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കേട്ടിട്ടുണ്ടോ? ഓക്കെ, സോ FOUCHETS ഫൗച്ചേഴ്സ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ അതായത് ബൈൽ സാൾട്ട് യൂറിനിലെ ബൈൽ സാൾട്ട് അസസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നതാണ് എർലിച്ച് ടെസ്റ്റ് ERLICH എർലിച്ച് ടെസ്റ്റ്. അത് നമ്മുടെ ബിലിനോജൻ ഓക്കെ ബിലിനോജൻ ഇൻ യൂറിനിലെ ബിലിനോജനെ ടെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നതാണ് എർലിച്ച് ടെസ്റ്റ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർക്കുക. പിന്നെ അതുപോലെ തന്നെ വരുന്ന ഒരു ടെസ്റ്റും കൂടിയുണ്ട്, ഗെംലിൻ ടെസ്റ്റ് GMELIN ഗെംലിൻ ടെസ്റ്റ്. അതായത് ഈ മോഡിഫൈഡ് ഫൗച്ചേഴ്സ് ടെസ്റ്റിനാണ് ഗെംലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ബൈൽ പിഗ്മെന്റ്സ് നമ്മൾ ബൈൽ സാൾട്ട് ആണ് ഫൗച്ചേഴ്സ്, ബൈൽ പിഗ്മെന്റ് ആണ് നമ്മൾ യൂറിൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് നമ്മുടെ ഗെംലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. യൂറിൻ ടെസ്റ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ the term gavage indicates administration of fluid feeding into stomach, visual examination of stomach, irrigation, a surgical opening through abdomen to the stomach. പറഞ്ഞു ആൻസേഴ്സ്. ഓക്കെ, AIIMS ആൻസേഴ്സ് വരുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് A. ഡെലിവറിങ് ആണ്, ന്യൂട്രീഷൻ ഡയറക്ട്ലി ഇൻ ടു ദ സ്റ്റൊമക്ക് ആണ്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, so prolonged suctioning of the tracheostomy may cause myocarditis, endocarditis, hypoxia, cardiac arrest, nausea, vomiting, anorexia. പറഞ്ഞു. വെരി കോമൺ ആണ്, നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്, നമ്മുടെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വേഗം പറഞ്ഞു ആൻസേഴ്സ്. പ്രൊലോങ്ഡ് സക്ഷൻ ഇസ് ബി. സോ ദാറ്റ് ഇസ് ബി. പ്രൊലോങ്ഡ് സക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു കാർഡിയാക് അറസ്റ്റ്. ഓക്കെ, സ്റ്റിമുലേഷൻ കാർഡിയാക് അറസ്റ്റിലേക്ക് എത്തിക്കും. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ വരുന്നത് ഇൻ ഹോസ്പിറ്റൽ നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഷുഡ് ബി ഡിസ്കാർഡഡ്. വേസ്റ്റ് മാനേജ്മെന്റ് ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്ത് വെക്കുക. റെഡ്, ബ്ലൂ, ബ്ലാക്ക്, യെല്ലോ പറഞ്ഞു. പിന്നെ ആസിഡ് ബേസ് ഇംബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. പിന്നെ ഡെഫിനിഷൻ ഓഫ് ഹോസ്പൈസ് കെയർ, പാലിയേറ്റീവ് കെയർ, അതൊക്കെ ഓർക്കണേ. ഞാൻ ഓർമ്മ വരുമ്പോൾ ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ, BCCC. ഓക്കെ, സോ ദ ആൻസർ ഈസ് C, ദാറ്റ് ഇസ് ബ്ലാക്ക് അല്ലെ. ബ്ലാക്കിലാണ് നമ്മൾ നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്ന പേപ്പർ, പാക്കിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഓൾ. റെഡ് ബാക്ക് കണ്ടെയ്നിങ് വേസ്റ്റ്. ഓക്കെ, കണ്ടാമിനേറ്റഡ് വേസ്റ്റ് ട്യൂബിങ്സ് ഒക്കെ നമ്മളിടും. യെല്ലോയിൽ അനാട്ടമിക്കൽ സോളിഡ് വേസ്റ്റ്, ബ്ലൂവിൽ ഗ്ലാസ് വെയേഴ്സ് ആൻഡ് മെറ്റാലിക് ഇംപ്ലാന്റ്സ് ഒക്കെ.
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ വേസ്റ്റ് പറഞ്ഞതുകൊണ്ട് പറയാണ്, ട്രയാജ് ക്ലാസിഫിക്കേഷൻ ഇല്ലേ, നമ്മുടെ സ്റ്റാർട്ട് സിസ്റ്റം, ട്രയാജ് സിസ്റ്റം. ഇപ്പൊ എമർജൻസി, ഇപ്പൊ എമർജന്റ് ആണെങ്കിൽ നമ്മൾ റെഡ് കളർ യൂസ് ചെയ്യും, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. പിന്നെ യെല്ലോ കളർ ആണ് സെക്കൻഡ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം. നമ്മൾ അർജന്റ്, നോൺ അർജന്റ് ആണ് ഗ്രീൻ കളർ നമ്മൾ തേർഡ് പ്രയോറിറ്റി കൊടുക്കും. ബ്ലാക്ക് കളർ ആണെങ്കിൽ പേഷ്യന്റ് സിവിയർലി ഇഞ്ചേർഡ് ആയി, നമുക്ക് നോട്ട് എക്സ്പെക്ടഡ് ടു സർവൈവ്, അല്ലെങ്കിൽ പേഷ്യന്റ് ഡെത്ത് ആയി, അതാണ് നമ്മൾ ബ്ലാക്ക്. ഈ കളർ കോഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കണേ. ക്ലിയർ? ഇന്ന് ഡിസ്കസ് ചെയ്താൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പം ബാക്കി നമുക്ക് നാളത്തെ 2 ക്ലാസ്സിലൂടെ മാക്സിമം ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒന്ന് കവർ ചെയ്ത് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. എനി ഡൗട്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അപ്കമിങ് ക്ലാസ്സസിലോ ആയിട്ട് ചോദിക്കാം. ഓക്കെ, സോ എനിവേ താങ്ക് യു. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. എനിവേ താങ്ക് യു. താങ്ക് യു.